ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് തന്നെ ട്രഷർ ഹണ്ടിങ് മൂവി. അതിനോടൊപ്പം തന്നെ ഇത്തവണ ട്രഷർ എടുക്കാൻ വേണ്ടി പോകുന്നത് മരുഭൂമിയിലേക്കാണ്, ഈജിപ്തിലെ പിരമിഡിന്റെ ഉള്ളിലേക്കാണ്. എന്താണ് ആ ഒരു നിധി? നിങ്ങൾ കരുതുന്നത് പോലെ ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ അതൊന്നുമല്ല, മറ്റൊന്നാണ്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, തുടക്കം മുതൽ അവസാനം വരെ നല്ല എന്റർടൈനിങ് ആയിരിക്കും. സാഹസികമായിട്ടുള്ള ഒരു അടിപൊളി യാത്ര തന്നെ, അഡ്വഞ്ചർ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ കിട്ടും. വിഷ്വൽ കൊണ്ടും അതുപോലെ തന്നെ കഥ കൊണ്ടും എന്തായാലും ഈ ഒരു കഥ നിങ്ങളെ പിടിച്ചിരുത്തും. ധൈര്യമായിട്ട് നമുക്ക് കഥയുടെ ഈ ഒരു മായാ ലോകത്തിലേക്ക് പോകല്ലേ. അഗൈൻ വെൽക്കം ബാക്ക് ടു. സിനിമയുടെ ആരംഭം തായ്ലൻഡിലെ ഹോങ്കോങ്ങിലാണ്. ഇപ്പൊ അത്യാവശ്യം തിരക്കുള്ള ഒരു റോഡിലൂടെ ഒരു പഴഞ്ചൻ സ്കൂട്ടറുമായിട്ട് പോകുന്ന ഒരുത്തിനെ കണ്ടോ? ഇവനാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ലൂക്ക്. ഒരവിഞ്ഞ ഹെൽമെറ്റും തലയിലുണ്ട് കേട്ടോ. ആശാൻ കാര്യമായിട്ട് എന്തോ ഒരു ജോലിക്ക് പോവാ തോന്നുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞല്ല മനസ്സിലായത്, ആശാന്റെ പിന്നാലെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. ഒരു കറുത്ത വണ്ടി നിറയെ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു ചൈനക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ മാപ്പ് ഇവന്റെ പുറകിലുള്ള ഒരു ഫ്ലാസ്ക് പോലെയുള്ള സംഭവം ഉണ്ടല്ലോ, അതിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടിച്ചു മാറ്റിയിട്ടുള്ള വരുത്താണ്. അപ്പൊ ആ ഗുണ്ടകൾ പിന്നാലെ വന്നിട്ട് പറയുന്നുണ്ട്, മര്യാദക്ക് അത് തിരിച്ചു തന്നോ, അല്ലെങ്കിൽ ജീവനോടെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോവില്ല. ഇതേ നേരം തന്നെ ലൂക്ക് പറയാണ്, അയ്യോ സാറേ ഇതെനിക്ക് വേണ്ട, നിങ്ങളോട് മുട്ടി നിൽക്കാനുള്ള കെൽപ്പൊന്നും എനിക്കില്ല, നിങ്ങൾ വണ്ടി ഒന്ന് അങ്ങോട്ടേക്ക് സൈഡ് ആക്കിയ, ഞാൻ വേണമെങ്കിൽ ഇത് ഇപ്പൊ തന്നെ തരാം എന്നും പറഞ്ഞ് ലൂക്ക് അവന്റെ ആ ഒരു ബൈക്ക് ഒന്ന് സ്ലോ ആക്കുകയാണ്. സ്ലോ ആക്കിയപ്പോ ഈ കാർ മുന്നിലേക്ക് പോയി ഒറ്റ അടിക്ക് യൂട്ടേൺ എടുക്കുകയാണ്. എന്നിട്ട് ആ ബൈക്കുമായിട്ട് അവന് റോഡ് വഴി പോക്ക് പോകുന്നുണ്ട്. അവരുടെ ആ ഒരു കാർ പെട്ടെന്ന് നിർത്തിയത് കൊണ്ട് തന്നെ ബേക്കിലുണ്ടായിരുന്ന കാറുമായിട്ട് ക്രാഷ് ആയിട്ട് അവിടെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ആവുകയാണ്. ഇതേ നേരം തന്നെ ചെറിയ ചെറിയ ഗ്യാപ്പിലൂടെ ലൂക്ക് അവന്റെ ആ ഒരു വണ്ടിയിലൂടെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സ്റ്റെപ്പ് കണ്ടപ്പോൾ ആ സ്റ്റെപ്പിലൂടെ കയറ്റി ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് വരെ കയറ്റുന്നുണ്ട്. അതുപോലെ ഈ ചൈനക്കാരായിട്ടുള്ള ഗുണ്ടകൾ വിടോ ഇല്ല, അവന്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ലൂക്കിന്റെ മുന്നിൽ തന്നെ അവന്മാര് വന്ന് നിൽക്കണേ. എന്നാൽ ലൂക്ക് മനഃപൂർവ്വം അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുകയാണ്. മാത്രമല്ല ആൾക്കാർ മുഴുവനായിട്ടും അവിടെ ഓടി തടിച്ചുകൂടി ആകെ ബഹളാവുകയാണ്. ഇതിനിടയിൽ ലൂക്ക് നൈസായിട്ട് ബൈക്കും അവിടെ ഇട്ട് പതിയെ ഇറങ്ങുകയാണ്. അപ്പൊ ആ നാട്ടുകാർ മുഴുവനും വണ്ടിയിൽ വന്ന ഗുണ്ടകളുടെ മെക്കിട്ട് കയറുകയാണ് കേട്ടോ. എന്നാൽ ഗുണ്ടകൾ പരമാവധി പറയുന്നുണ്ട്, ഞങ്ങളല്ല ദാണ്ടേ പോന്ന് ലെവനാണ് ഈ പരിപാടി എപ്പിച്ചത്. എന്നാൽ നാട്ടുകാർ ഇതൊന്നും കേൾക്കുന്നില്ല. അവസാനം ക്ഷമ കെട്ട ഗുണ്ട എന്താക്കി, കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു, നേരെ മുകളിലേക്ക് പൊക്കി ടേ 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 4 ഒട്ടിക്കലാണ്. നാട്ടുകാർ മുഴുവൻ 4 ഭാഗത്തേക്ക് ചെതറി ഓടിയിട്ടുണ്ട്. അവര് പിന്നെയും ലൂക്കിന്റെ പിന്നാലെ തന്നെ. ലൂക്ക് ഈ സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ട്രീറ്റ് ഫുഡിൽ ഉണ്ടാക്കാനായിട്ട് ഒരുത്തിന് പരിപാടി ഒപ്പിച്ചിരിച്ചിട്ടുണ്ടായിരുന്നു. ഇവന്റെ സ്കൂട്ടറിൽ ചെറുതായിട്ട് ഘടിപ്പിച്ച് വെച്ച ഈ ഇന്ത്യ കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ഒന്ന് അതിൽ അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു സ്ട്രീറ്റ് കച്ചവടക്കാരൻ ഏതോ ഒരു ഫോൺ കോളിലായിരുന്നു. ഈ സമയത്ത് ലൂക്ക് ആ ഒരു സ്കൂട്ടർ എടുത്ത് പറപ്പിച്ച് വിടുകയാണ്. കൂടെ തന്നെ ഈ അടുപ്പും പോകുന്നുണ്ട്. പാവം കച്ചവടക്കാരൻ ഉറക്കനെ നിലവിളിക്കുന്നുണ്ടെങ്കിൽ ലൂക്ക് അതൊന്നും നോക്കിയില്ല, ഇതെടുത്ത് പറപ്പിച്ച് വിടുകയാണ്. എന്നാൽ അതേ നേരം തന്നെ ചൈനക്കാരെ ഗുണ്ടകളും അവന്റെ പിന്നാലുണ്ട്. ലൂക്ക് ഒരു ഘട്ടത്തിൽ ആ സ്കൂട്ടറിന്റെ പിന്നിലുണ്ടായിരുന്ന അടുപ്പിന്റെ ലോക്കം കഴിച്ചിടുകയാണ്. എന്നാൽ ഈ അടുപ്പ് നേരെ പോയി തട്ടുന്നത് പിന്നാലെ വരുന്ന ആ ചൈനക്കാരുടെ വണ്ടി ഉണ്ടല്ലോ അതിലേക്കാണ്. ആ എഞ്ചിനിൽ പോയിട്ട് ഈ അടുപ്പ് തട്ടുന്നുണ്ട്. ഫുള്ളായിട്ട് തീ ആന്തി പിടിക്കുന്നുണ്ട് കേട്ടോ. കാർ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ സിറ്റിയിൽ വെച്ച് ഇമാതിരി പരിപാടിയൊക്കെ ഒപ്പിച്ചല്ലേ. അപ്പോഴേക്കും പോലീസുകാർ ഓടിക്കൂടി ഇവന്മാര് കൈയോടെ പൊക്കുകയാണ്. ഇതേ നേരം ലൂക്ക് നേരെ പോകുന്നത് ബാങ്കോക്കിലെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന് പോകേണ്ട ആ ഒരു ട്രെയിന് പ്ലാറ്റ്ഫോം എടുത്തിട്ടുണ്ട്. അവനൊന്നും നോക്കിയില്ല, പ്ലാറ്റ്ഫോമിലൂടെ ആ ഒരു സ്കൂട്ടറുമായിട്ട് അങ്ങനെ പോവുകയാണ്. ഏകദേശം ട്രെയിനിന്റെ അടുത്ത് എത്താനായപ്പോൾ ആ ഒരു സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയിട്ട് വേഗം ട്രെയിനിലേക്ക് ഓടിക്കയറുന്നുണ്ട്. എന്നാൽ ഇത്രയും നേരത്തെ ആ ഒരു ചേസിങ് കാരണം ആളാകെ ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ പോയിട്ട് ഒന്ന് വിശ്രമിക്കാനായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ആ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൂക്കാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മയങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ ആ മയങ്ങിയ നേരത്ത് അവനൊരു നല്ല സ്വപ്നം, അവൻ ഇഷ്ടപ്പെട്ട ഒരു സ്വപ്നം കാണുകയാണ്. അതായത് ഇന്ത്യാന ജോൺസിനെയൊക്കെ പോലെ അവന്റെ അച്ഛൻ വലിയൊരു ഈ ട്രഷർ ഹണ്ടർ ആയിരുന്നു. അപ്പൊ അച്ഛന്റെ കൂടെ അവനും പോവാറുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സാഹസികമായിരുന്നു എന്നുള്ള ആ ഒരു യാത്രകളൊക്കെ. അവൻ വല്ലാതെ ആ ഒരു കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ഛന്റെ കൂടെ പുരാതനമായിട്ടുള്ള ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് സ്വർണത്തിന്റെ എന്തോ ഒരു വലിയ തളികയോ അങ്ങനെ എന്തോ ഒന്ന് കണ്ടുപിടിച്ച് ഭയങ്കര സന്തോഷത്തില് അവൻ ആ ഒരു ബാഗില് അതെല്ലാം ഇട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്നും അവൻ കണ്ണു തുറക്കുകയാണ്. കണ്ണു തുറന്നു നോക്കുമ്പോൾ അവന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. കുറച്ചു നേരമായിട്ട് ആ ഒരു ലേഡി അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ലേഡി പറയാണ്, എന്റെ പേര് ഇസ, നിങ്ങളുടെ കയ്യിലുള്ള ഈ മാപ്പ് ഉണ്ടല്ലോ അത് ഗവൺമെന്റിന് അവകാശപ്പെട്ട പ്രോപ്പർട്ടിയാണ്. ഇത് സാധാരണക്കാരുടെ കയ്യിൽ എത്താൻ പാടില്ല, എത്തിക്കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഇത് റിക്കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ. അതും പറഞ്ഞ് യെസ ഇപ്പോ ലൂക്കിന്റെ കയ്യിൽ നിന്നും ആ ഒരു മാപ്പ് എടുക്കാൻ നോക്കുമ്പോൾ ലൂക്ക് വിട്ടുകൊടുക്കോ ഇല്ല. മാത്രമല്ല അവിടെ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ യെസയുടെ ആൾക്കാരായിരുന്നു. എല്ലാം കൂടി വന്നിട്ട് ലൂക്കിനെ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. പിന്നീട് അവിടെ വെച്ച് ആ ട്രെയിനിന്റെ ഉള്ളിൽ വെച്ച് നല്ലൊരു കിടിലൻ ഫൈറ്റ് നടക്കുകയാണ്. എന്തെന്നെ വന്നാലും ലൂക്ക് ആ ഒരു മാപ്പ് വിട്ടുകൊടുക്കൂല. അതുപോലെ തന്നെ അവസാനം ഇപ്പോൾ ലൂക്കും യെസയും കൂടി ആയി ഫൈറ്റ്. എന്നാൽ ലൂക്ക് യെസയെ അധികം വേദനിപ്പിക്കാതെ അവൾ അടിക്കുന്നതിനൊക്കെ തടുക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ലൂക്കിന് നേരത്തെ ഈ യെസയെ പരിചയമുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ മാപ്പ് കിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ
എസ് എന്താക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് ഇവന് നേരെ ഒരേറ്റ ഏറിയാണ്. ലൂക്ക് ആകെ പേടിച്ചു. നീ എന്നെ കൊല്ലാൻ നോക്കിയല്ലേ? ഇനി ഇങ്ങനെ നോക്കി എന്നിട്ട് കാര്യമില്ല. എന്തായാലും ലൂക്ക് എസയെ പിടിച്ച ഒരേറ്റ തള്ളാണ്. അവള് തെറിച്ചു പോയി വീഴുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിന് ലൂക്ക് ഈ ട്രെയിനിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്നാൽ ട്രെയിനിന്റെ മുകളിലേക്ക് കയറിയെന്ന് വിചാരിച്ചിട്ട് രക്ഷപ്പെടാനൊന്നും പറ്റില്ലല്ലോ. ലൂക്ക് അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് മുന്നിലായിട്ട് റെയിൽവേ പാളത്തിന് അടുപ്പിച്ചായിട്ട് ഒരു വാട്ടർ ടാങ്ക് കാണാണ്. ഏകദേശം അതിന്റെ അടുത്ത് എത്താനായപ്പോ അവനൊന്നും നോക്കിയില്ല. അതിന്റെ മുകളിലേക്ക് കുറച്ച് സാഹസികമാണ്, എന്നാലും എടുത്തങ്ങടി ചാടി. അപ്പോഴേക്കും ട്രെയിൻ മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നീട് ആ ഒരു ടാങ്കിന്റെ മുകളിൽ നിന്നും താഴേക്ക് അവിടെ ചെറിയൊരു വീടുണ്ടായിരുന്നു, അതിന്റെ കൂരയിലേക്ക് എടുത്ത് ചാടുകയാണ്. പിന്നീട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ താഴെ എത്തിയ പാട് എന്നെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട്, എടാ ഞാൻ ഈ ലൊക്കേഷനിലുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വരണം, എന്നാലേ ഞാൻ ഇനി ഇവിടുന്ന് പുറപ്പെടുള്ളൂ എന്ന് പറയണം. ഇതിനുശേഷമാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ഫൗണ്ടെയിൻ ഓഫ് യൂത്ത്. ഇവർ സീൻ കട്ടായി അടുത്ത സീനിൽ ഇംഗ്ലണ്ടിലാണ് കാണിക്കുന്നത്. ഇംഗ്ലണ്ടിലാണ് നമ്മുടെ ലൂക്കിന്റെ ചേച്ചിയായിട്ടുള്ള ഷാർലറ്റ് ഉള്ളത്. ഷാർലറ്റും ഹസ്ബൻഡും തമ്മിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളായിട്ടുണ്ട്. അവർ ഡൈവോഴ്സ് ആകാൻ പോവാണ്. അതിന്റെ ആ ഒരു മീറ്റിംഗും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തീരുമാനത്തിൽ ഷാർലറ്റ് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം ഷാർലറ്റിന്റെ കയ്യിൽ മകനെ കിട്ടില്ല. മകനായിട്ടുള്ള തോമസിനെ കൊണ്ടുപോകുന്നത് ഹസ്ബൻഡാണ്. അപ്പൊ അതിന്റെ ആ ഒരു സങ്കടത്തിലൊക്കെ ആ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഷാർലറ്റ് ജോലി ചെയ്യുന്ന മ്യൂസിയത്തിലേക്ക് വരികയാണ്. അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ അവളുടെ അനിയൻ അവിടെ വന്നിരിക്കുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ലൂക്ക് തന്നെ. അപ്പൊ ലൂക്കിനെ കണ്ടപാടെ തന്നെ ഷാർലറ്റ് പറയുന്നുണ്ട്, എടാ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? ഒരു കാര്യമില്ലാതെ നീ എന്നെ കാണാൻ വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ലൂക്ക് പറയണ ചീങ്ങനെ പറയരുത് കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ വന്നിരുന്നിട്ട് കുറച്ചു നേരമായി. ഈ വന്നിരുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി കേട്ടോ. ദാ അപ്പുറത്തൊരു പെയിന്റിംഗ് ഉണ്ട്. ആ പെയിന്റിംഗിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ ചേച്ചിക്ക് അത് കാണിച്ചു തരാം. ഈ കാര്യം മുകളിലേക്ക് ചേച്ചി അറിയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ ചേച്ചിക്ക് എന്തായാലും പ്രൊമോഷൻ കിട്ടാതിരിക്കില്ല. ഉറപ്പ്. അക്കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം. എന്നാ പിന്നെ ഒന്നും നോക്കണില്ലെന്ന് പറഞ്ഞിട്ട് ലൂക്കിനെയും കൂടി ഷാർലറ്റ് അപ്പുറത്തെ ആ ഒരു റൂമിലേക്ക് പോവാണ്. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ലൂക്കിന് ഷാർലറ്റിന്റെ ഹെൽപ്പ് കൂടിയേ മതിയാവുള്ളൂ. പിന്നീട് ലൂക്ക് പറഞ്ഞ ആ ഒരു ചിത്രത്തിലേക്ക് ഷാർലറ്റ് കുറച്ചു നേരം അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ ഗ്യാപ്പിൽ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന മറ്റൊരു ചിത്രം ഇത് ലൂക്ക് ഒരേറ്റ ഓട്ടാണ്. അവന്റെ പിന്നാലെ തന്നെ ഷാർലറ്റ് ഓടുന്നുണ്ട്. ആ കാട്ടവരാതെ നിൽക്കട അവിടെ, എനിക്കറിയായിരുന്നു നീ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാൻ നീ എങ്ങോട്ടേക്ക് വന്നേന്ന്. എന്തായാലും ഓടിപ്പോയി ലൂക്ക് അവൻ നേരത്തെ റെഡിയാക്കി വെച്ച കാറിലേക്ക് ചാടി കയറിയിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഷാർലറ്റ് പറയാണ്, CCTVയിൽ എല്ലാം റെക്കോർഡ് ആയിട്ടുണ്ടാവും, മര്യാദക്ക് അത് തിരിച്ചു വന്നോ. ഈ സമയത്ത് ലൂക്ക് പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ ആവില്ല കേട്ടോ. ഓർമ്മയില്ല നമ്മുടെ പണ്ടത്തെ ആ ഒരു യാത്രയൊക്കെ, അച്ഛന്റെ കൂടെയുള്ള ആ ഒരു സാഹസികമായിട്ടുള്ള യാത്രയൊക്കെ ചേച്ചി മറന്നുപോയോ? നിനക്കിപ്പോ ഈ ഒരു ഫോട്ടോ അല്ലേ വേണ്ടത്? എന്റെ കൂടെ വന്നാൽ തരുന്നു പറയാണ്. അപ്പൊ ഷാർലറ്റ് പറയാണ്, എന്റെ കൂടെ കാറിൽ കയറിയാ തരുമോ? എന്നാ കയറാന്ന് പറഞ്ഞിട്ട് ഷാർലറ്റ് ആ ഒരു കാറിൽ കയറാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ലൂക്ക് ആക്സിലേറ്ററിൽ പരമാവധി ഫോഴ്സും കൊടുത്ത് അമർത്തി അങ്ങോട്ട് പിടിക്കുകയാണ്. കാറ് 100 പോവാണ്. അപ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. എന്നാൽ ലൂക്ക് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ സിറ്റിയിലൂടെ ഓടിച്ചോടിച്ച് അവസാനം പോലീസിന്റെ ശ്രദ്ധ ഒന്ന് മാറിയപ്പോ അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് ഈ കാർ ഒറ്റ കയറ്റലാണ്. അപ്പൊ തന്നെ ആ ഡോർ അടയുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് വന്ന പോലീസുകാർക്ക് ഈ കാർ എവിടെ പോയി ഒന്നും മനസ്സിലാവുന്നില്ല. അതായത് ഇത് ഇവരുടെ വ്യക്തമായ ഒരു പ്ലാൻ തന്നെയായിരുന്നു. അതിനുള്ളിൽ ലൂക്കിന്റെ ഒരു സുഹൃത്തായിട്ടുള്ള പാട്രിക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ പാട്രിക്കിനെ കണ്ട സമയത്ത് ഷാർലറ്റ് ആകെ ഞെട്ടിപ്പോണ്. പാട്രിക്ക് നീ ഇവരുടെ കൂടെ ഉണ്ടാ? ഷാർലറ്റ് അങ്ങനെ ചോദിക്കാൻ കാരണം ഈ പാട്രിക്ക് ഇവരുടെ അച്ഛന്റെ കൂടെയുള്ള ഒരാളായിരുന്നു. അതുപോലെ ഈ വണ്ടി ഓടിക്കുന്ന ഒരു പെണ്ണുണ്ട്, ഡെബി. അവളും ആ ഒരു പഴയ ടീമിൽ ഉണ്ടായിരുന്നതാണ്. ഇവരെല്ലാവരും കൂടെ ഇപ്പൊ പുതിയൊരു ടീമായിട്ടുണ്ട്. അല്ല, നിങ്ങൾ എല്ലാവരും കൂടെ ഇതെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഷാർലറ്റ് ചോദിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ലൂക്ക് അവൻ എടുത്തു കൊണ്ടുവന്ന ആ ഒരു പഴയ മാപ്പ് ഉണ്ടല്ലോ, മാപ്പല്ല ഒരു ചിത്രമാണ്. അത് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ പാട്രിക്ക് നിരീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലൂക്കിനോട് പറയാണ്, ഡാ നമ്മൾ നോക്കുന്ന ആ ഒരു കോഡ് അതെന്തായാലും ഇതിലില്ല എന്ന് പറയാണ്. കോഡോ? എന്ത് കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാർലറ്റ് ഇപ്പൊ ലൂക്കിനോട് ചോദിച്ചപ്പോ, ചേച്ചി ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് മയങ്ങാനുള്ള എന്തോ ഒരു സ്പ്രേ ഇപ്പോ നമ്മുടെ ഷാർലറ്റിന്റെ മുഖത്തേക്ക് അടിച്ചു കൊടുക്കുകയാണ്. അവരുടെ ബോധം പോയി. പിന്നീട് ബോധം വന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഈ മ്യൂസിയം ഉണ്ടല്ലോ, ഇതിന്റെ പുറത്തുണ്ടായിരുന്ന ഒരു ചെയറിലാണ് അവരിയ്ക്കുന്നത്. പിന്നീട് പോലീസുകാർ വന്നിട്ട് ആ ഒരു മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് ഷാർലറ്റിനെ കൂട്ടിക്കൊണ്ടുപോവാണ്. ഇപ്പൊ ഈ നടന്ന സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ഇൻസ്പെക്ടർ ജമാലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഇൻസ്പെക്ടർ ജമാല് ഷാർലറ്റിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ വന്ന ആ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് നിന്റെ സഹോദരനാണ്. അപ്പൊ ഈ ഒരു മോഷണത്തിൽ നിനക്കും കൂടെ പങ്കുണ്ടല്ലേ? എന്നാൽ നമ്മുടെ ഷാർലറ്റിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ലൂക്ക് അവളുടെ അനിയൻ തന്നെയാണല്ലോ. പിന്നീട് ആ ഒരു പെയിന്റിംഗ് ഉണ്ടായിരുന്ന റൂം അതിപ്പോ ഓപ്പൺ ആവുകയാണ്. ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. കാരണം ആ ഒരു ചിത്രം മോഷ്ടിക്കലല്ലായിരുന്നു ലൂക്കിന്റെ ലക്ഷ്യം. അതിലുണ്ടായിരുന്ന ആ ഒരു കോഡ് അത് കണ്ടുപിടിക്കലാണ്. പക്ഷേ വിചാരിച്ചതുപോലെ കോഡ് ആ പഴയ ചിത്രത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതവിടെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു. മാത്രമല്ല നമ്മുടെ ഷാർലറ്റിന്റെ ജോലിയുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനമാകുകയും ചെയ്തു കേട്ടോ. അവളോട് അവിടെ നിന്ന് പോകാൻ പറയണം. എന്തായാലും ഷാർലറ്റ് ഇതിനു ശേഷം മകനായിട്ടുള്ള തോമസിനെ കാണാൻ വേണ്ടി പോവാണ്. എന്നാൽ ഹസ്ബൻഡ് പറയുന്നത്, ഇങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നീ എന്തായാലും മകനെ കാണണ്ട. ഒരുപാട് വിഷമിച്ചിട്ടാണ് പിന്നീട് ഷാർലറ്റ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. എന്തായാലും ഇതിനുശേഷം ഷാർലറ്റ് നേരെ പോകുന്നത് ഈ പാട്രിക്കിന്റെ വീട്ടിലാണ്. അതായത് ലൂക്കിന്റെ സഹായം ഉണ്ടല്ലോ, അവന്റെ വീട്ടിലേക്ക്. അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ അവരുടെ ടീം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. ലൂക്കും പാട്രിക്കും ഡെബിയും അതുപോലെ തന്നെ ആ നാട്ടിൽ അത്യാവശ്യം സമ്പന്നനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഇയാളുടെ പേരാണ് ഓവൻ കാർവർ. അപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഷാർലറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ എന്ത് ഇവിടെ ചെയ്യുന്നത്? എന്താ നിങ്ങളുടെ ആവശ്യം? ഈ സമയത്ത് ഓവൻ കാർവർ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ലിവർ ക്യാൻസർ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മുടെ സയൻസ് കൊണ്ടൊന്നും ഇതിന് യാതൊരു കാര്യമില്ല. പുരാണങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫൗണ്ടെയിൻ ഓഫ് യൂത്ത്, അതായത് അമരത്വം
അമരത്വം, ജീവൻ എന്നേക്കുമായി നിലനിർത്താൻ കഴിയുന്ന ഒരു മാന്ത്രിക ജലത്തെക്കുറിച്ച് കഥകളൊക്കെ പറയുന്നുണ്ട്. സോ അത് തേടിയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇത് കേട്ട സമയത്ത് ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ഷാർലറ്റ് ഒന്ന് ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്താ വിഡ്ഢികളാണോ? അതൊക്കെ വെറും കഥകളാണ്, അത് ഓൾറെഡി ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ഇതൊന്നും അറിയാതെ ഓവൻ ഈ വലിയ പര്യവേഷണത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ വെറുതെ കാശ് മുടക്കിയിട്ട് യാതൊരു കാര്യമില്ല. എന്നാൽ ലൂക്ക് പറയാണ്, ചേച്ചി അങ്ങനെയല്ല, 1600 കാലഘട്ടങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫൗണ്ടൈൻ ഓഫ് യൂത്ത്, യൗവനത്തിന്റെ മാന്ത്രിക ജലം, ഇത് ശരിക്കും നമ്മുടെ ഈ ഭൂമിയിൽ എവിടെയോ ഉണ്ട്, എന്നാൽ അത് ആരും കണ്ടുപിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ ഒരു രഹസ്യ കോഡ് 6 ചിത്രങ്ങളിലാക്കിയിട്ട് അതാർക്കും കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് 6 സ്ഥലങ്ങളിലായിട്ട് രഹസ്യമായി സൂക്ഷിച്ചായിരുന്നു. എന്നാൽ അതിൽ 5 എണ്ണം ഞങ്ങളുടെ കയ്യിലിപ്പുണ്ട്. അതിലൊരെണ്ണമാണ് ഫസ്റ്റ് ഒരു ചൈനക്കാരന്റെ കയ്യിൽ നിന്നും നമ്മുടെ ലൂക്ക് അടിച്ചുമാരി കൊണ്ടുവന്നത്. എന്തായാലും 6ാമത്തേതും കൂടി ഉണ്ടെങ്കിലേ ആ ഒരു കോഡ് പൂർണ്ണമാവുള്ളൂ. എന്നാൽ 6ാമത്തെ ചിത്രം ഇവര് വിചാരിച്ചതുപോലെ ഷാർലറ്റ് വർക്ക് ചെയ്ത ആ മ്യൂസിയത്തിലെ ആ പഴയ ചിത്രമായിരുന്നില്ല. കാരണം അതിൽ ആ ഒരു കോഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലൂക്ക് പറയാണ്, ഈ ചിത്രം 6ാമത്തെ ആ ഒരു ചിത്രം ഉണ്ടല്ലോ, ഇത് വരച്ച ആ ഒരു ചിത്രകാരനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. എന്നാലേ ശരിക്കുള്ള ആ ഒരു കോഡ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ഷാർലറ്റ് ഒരു കാര്യം പറയുന്നുണ്ട്, നീ എന്താന്ന് വെച്ചാ ചെയ്തു, ഇതുപോലുള്ള വള്ളിക്കേസ് പിടിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. എന്തായാലും ആ 6ാമത്തെ ചിത്രം ഉണ്ടല്ലോ, അത് വരച്ച ആ ഒരു ചിത്രകാരനെ കുറിച്ച് പഠിക്കാനായിട്ട് ലൂക്ക് ഇപ്പോൾ ലൈബ്രറിയിൽ പോയിട്ട് കാര്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അവന്റെ പിറകിൽ വന്നിരുന്ന ഒരാള്, ഒരു ലേഡിയാണ്. അവര് പറയുന്നുണ്ട്, ലൂക്കെ ഒരു കാരണവശാലും ഫൗണ്ടൈൻ ഓഫ് യൂത്ത് അത് നീ കണ്ടുപിടിക്കാൻ പോകരുത്. ആ സംസാരിച്ച ആള് മറ്റാരുമല്ല, എസ തന്നെയാണ്. അന്ന് ആ ഒരു ട്രെയിനിൽ വെച്ച് ലൂക്കിനെ ആക്രമിക്കാൻ ശ്രമിച്ചില്ലേ, അവള് തന്നെ. മാത്രമല്ല എസ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇനിയും നീ അതിന്റെ പിറകാലെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ കൊന്നുകളയും. ഈ സമയത്ത് ലൂക്ക് ഒന്ന് ചിരിച്ചുകൊണ്ട് പറയണ, ഓ അപ്പൊ നമ്മൾ ഇനിയും മീറ്റ് ചെയ്യല്ലേ. സാഹസികമായ യാത്രകൾക്കിടയിലെ സാഹസികമായിട്ടുള്ള കണ്ടുമുട്ടൽ ഇനിയും പ്രതീക്ഷിക്കാല്ലേ. അതായത് എസ പറഞ്ഞ കാര്യം എന്തായാലും ലൂക്ക് അനുസരിക്കാൻ പോകുന്നില്ല. അവൻ ആ ഒരു ഫൗണ്ടൈൻ ഓഫ് യൂത്ത് കണ്ടുപിടിച്ചേ അടങ്ങുള്ളൂ. ഇതിനുശേഷം ഷാർലറ്റിനെ കാണിക്കുകയാണ്. ഷാർലറ്റിന്റെ മകൻ പങ്കെടുക്കുന്ന എന്തോ ഒരു പിയാനോ കോമ്പറ്റീഷൻ ഉണ്ട്. സോ അവിടെയാണ് ഇപ്പൊ ഷാർലറ്റ് ഉള്ളത്. ഭയങ്കര വിഷമത്തില് അവനെ നോക്കി അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ലൂക്ക് വരുന്നുണ്ട്. എന്റെ പൊന്നു ചേച്ചി, ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കോ. ചേച്ചിക്ക് ഓർമ്മയില്ലേ നമ്മുടെ അച്ഛന്റെ കൂടെ നമ്മൾ നടത്തിയ ആ ഒരു സാഹസികമായിട്ടുള്ള യാത്രകൾ? അതുപോലെ ഇനിയും പോകാൻ താല്പര്യമില്ലേ? അതായത് 6ാമത്തെ ആ ഒരു കോഡ് അത് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കടലിനടിയിലാണ്. ഒന്ന് വാ ചേച്ചി, നിന്റെ കൂടെയുള്ള ആ ഒരു സാഹസികമായ യാത്രയുണ്ടല്ലോ, ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഷാർലറ്റ് പറയാണ്, ഡാ നീ എന്റെ അടുത്തേക്ക് വന്നു പോകരുത്. നീ കാരണം എന്റെ ജോലി പോയി, എന്റെ കെട്ടിയവനെ വിട്ടു പോവാ, എന്റെ മകനെയും കൂടെ കൊണ്ടുപോവാണ്. വല്ലാത്തൊരു അവസ്ഥയിലാണ് നീ ഇവിടുന്ന് പൊയ്ക്കേന്ന് പറയാണ്. എന്നാൽ ഇതേ നേരം തന്നെ നമ്മുടെ ലൂക്കിനെ കണ്ടപ്പോ തോമസ് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അവന്റെ മാമനല്ലേ. കുറച്ചുനേരം അവന്റെ മാമനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പൊയ്ക്കോളാൻ പറയാണ്. അതേസമയം തന്നെ ലൂക്ക് ഷാർലറ്റിനോട് പറയണം, എന്തായാലും നിനക്കിപ്പോ ജോലിയൊന്നുമില്ലല്ലോ, എന്റെ കൂടെ വരികയാണെങ്കിൽ നിന്റെ മകൻ നിന്റെ കൂടെ ഉണ്ടാവും, അതിനുള്ള പരിപാടി ഞാൻ ഒപ്പിക്കാന്ന് പറയണം. അങ്ങനെ ലൂക്ക് ഷാർലറ്റിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവളെയും കൂട്ടി നേരെ ഒരു ഷിപ്പ് എടുത്തുകൊണ്ട് കടലിലേക്ക് പോവാണ്. അതായത് 600 വർഷങ്ങൾക്ക് മുന്നേ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയ ഒരു കപ്പലിലാണ് ആ ഒരു പഴയ ചിത്രമുള്ളത്. ആ ചിത്രത്തിലാണ് 6ാമത്തെ കോഡും ഉള്ളത്. അപ്പൊ 600 വർഷം മുങ്ങിപ്പോയ ആ ഒരു കപ്പലിന്റെ ലൊക്കേഷൻ ഇവർ ആദ്യം കണ്ടുപിടിക്കണം. എന്തായാലും ലൊക്കേഷൻ അവസാനം ഇവര് ട്രേസ് ചെയ്തു കേട്ടോ. അതായത് ഓവൻ ആ ഒരു വലിയ പണക്കാരൻ കൂടെ ഉണ്ട്, അയാളുടെ വലിയൊരു ടീം ഇവരുടെ കൂടെ ഉണ്ട്. അങ്ങനെ ആ ഒരു ടീമിൽ കുറച്ച് ആൾക്കാർ എന്താക്കി, ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വെള്ളത്തിനടിയിലേക്ക് ഡൈവ് ചെയ്ത് പോയിട്ട് വലിയ വലിയ ബലൂണുകൾ ആ മുങ്ങിപ്പോയ പഴയ കപ്പലുണ്ടല്ലോ അതിൽ ഘടിപ്പിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കാറ്റ് നിറക്കുകയാണ്. അങ്ങനെ കാറ്റ് നിറച്ചപ്പോ ഈ പഴയ കപ്പൽ മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. എന്നാൽ അധിക നേരമൊന്നും ഈ പഴയ തുരുമ്പെടുത്ത കപ്പൽ വെള്ളത്തിന്റെ മുകളിൽ അങ്ങനെ നിൽക്കില്ല. കുറച്ചു നേരം കഴിഞ്ഞാൽ ഇത് തനിയെ മുങ്ങിപ്പോകും. അതിനു മുന്നേ അതിന്റെ ഉള്ളിൽ പോയിട്ട് ആ ഒരു പഴയ ചിത്രം കണ്ടുപിടിക്കണം. അതിന്റെ ചുമതല ലൂക്കിനും അതുപോലെ തന്നെ ഷാർലറ്റിനുമാണ്. ഒരു ചെറിയ ലൈഫ് ബോട്ടിൽ ഇവരെ രണ്ടുപേരെയും അതിന്റെ അടുത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു തുരുമ്പെടുത്ത കപ്പൽ വെള്ളത്തിന്റെ മുകളിൽ അങ്ങനെ പൊങ്ങിക്കെടുക്കുന്ന കാണാൻ തന്നെ വേറൊരു തരം ഭംഗിയായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഉള്ളിലേക്ക് പോയിട്ട് ആ ഒരു പഴയ ചിത്രം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇവരുടെ ടീം ഉണ്ടല്ലോ, പാട്രിക്കും ഡെബിയും, അവർ നോക്കുന്ന സമയത്ത് ആരൊരാൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നതായിട്ട് ഒരു സിഗ്നൽ അവർക്ക് കിട്ടി. അപ്പൊ ആ ഒരു കാര്യം ലൂക്കിനോട് ഇവർ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് മെസ്സേജ് പോകുന്നില്ല. കാരണം അവിടെ ആരോ ജാമർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നത് അത് മറ്റാരുമല്ല, എസയും അവളുടെ ടീമുമായിരുന്നു. ഒരു ഹെലികോപ്റ്ററിലാണ് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതേ നേരം തന്നെ ലൂക്കും ഷാർലറ്റും കൂടെ ആ ഒരു കപ്പലിന്റെ ഉള്ളിൽ മുഴുവനായിട്ട് മരിച്ചു പറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാർലറ്റ് ഒരു കാര്യം പറയുന്നുണ്ട്, ലൂക്കെ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാണ്, നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ആ ഒരു മാപ്പ് എടുക്കാനാ. വെറുതെ അനാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് എടുക്കാൻ നിൽക്കണ്ട, അതിപ്പോഴേ ഞാൻ പറയാണ്. ഇതേ സമയത്ത് തന്നെ കപ്പലിന്റെ മുകളിലേക്ക് എസയും അവളുടെ ടീമും വന്നിറങ്ങുകയാണ്. അതുപോലെ ലൂക്കിനെ നോക്കുകയാണെങ്കിൽ അവനിപ്പോ ഒരു ഷെൽഫ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് അതിന്റെ ആ ഒരു ഡോറെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന്റെ ഉള്ളിൽ വെച്ച് ഒരു പഴയ പെട്ടി ഇവർക്ക് കിട്ടുന്നുണ്ട്. ആ പെട്ടി തല്ലിപ്പൊളിച്ച് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇവർ തേടി വന്ന ഒരു പഴയ ചിത്രമുണ്ട്. അതിന്റെ കൂടെ തന്നെ നല്ല വിലപിടിപ്പുള്ള ചില ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ലൂക്കിനോട് ഷാർലറ്റ് പറയുന്നത്, വെറുതെ ആവശ്യമില്ലാതെ അതിലേക്ക് നോക്കണ്ട, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഇപ്പൊ എടുത്താൽ മതി. ശരി, ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇപ്പോൾ ആ ഒരു മാപ്പ് എടുത്തുകൊണ്ട് നേരെ അതിന്റെ മുകളിലേക്ക് കയറി വരികയാണ്. എന്നാൽ അതേ സമയം തന്നെ അവിടെ നമ്മുടെ എസയുടെ ആൾക്കാരുണ്ടായിരുന്നു. ഗൺ പോയിന്റിൽ രണ്ടുപേരെയും പിടിക്കുകയാണ്. അപ്പൊ തന്നെ ലൂക്ക് ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി തുടങ്ങിക്കോ, ഇനി നോക്കി എന്നിട്ട് കാര്യമില്ല. പിന്നീട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാണ്. ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് ഉണ്ടാവുമല്ലോ. വെടിവെപ്പ് ഉണ്ടായി, അതിൽ ചില ബുള്ളറ്റുകൾ
ബാക്കികൾ ഈ കപ്പൽ മുകളിലേക്ക് പൊന്തി വരാൻ ആവശ്യമായ ബലൂണുകൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിൽ കയറുകയാണ്. സോ അതെല്ലാം പൊട്ടിപ്പോകുന്നുണ്ട്. ഒരെണ്ണം മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. അതിന്റെ ആ ഒരു ബാലൻസിൽ മാത്രമാണ് കപ്പലിങ്ങനെ നിൽക്കുന്നത്. മാത്രമല്ല കപ്പലിങ്ങനെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു ഗ്യാപ്പിന് നമ്മുടെ ഷാർലറ്റിനെ ഗൺ പോയിന്റിൽ ഇത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ലൂക്കിനോട് പറയണ മര്യാദക്ക് ആ ഒരു ചിത്രം തന്നു. എന്നാൽ ആ ഒരു ചിത്രം കൊടുക്കാനായിട്ട് ലൂക്കിന് ഒരു മടിയുള്ളത് പോലെ. ഈ സമയത്താണ് അവസാനത്തെ ആ ഒരു ബലൂൺ പൊട്ടുന്നത് കേട്ടോ. കപ്പൽ നന്നായിട്ടൊന്ന് ആടി ഒലയുന്നുണ്ട്. വെള്ളം നന്നായിട്ട് കയറുകയാണ്. ഈ അവസരം ഉപയോഗിച്ച് ഷാർലറ്റ് ഈ എസയെ പുറത്തേക്ക് തള്ളിയിടുകയാണ്. മാത്രമല്ല അവസാനത്തെ ആ ഒരു ബലൂൺ പൊട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കപ്പൽ പതിയെ പതിയെ വെള്ളത്തിലേക്ക് താന്നു പോവാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ലൂക്കിന് രക്ഷപ്പെട്ട് നീന്തി പുറത്തേക്ക് വരാൻ പറ്റിയില്ല. അവന്റെ കാലാണെങ്കിൽ ഒരു വലയിൽ കുടുങ്ങി പോവുകയും ചെയ്തു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് അതിൽ നിന്ന് കാല് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ഷാർലറ്റ് അങ്ങോട്ടേക്ക് വന്ന് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആ വല മുറിക്കുകയാണ്. അവനെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല അപ്പോഴേക്കും ഓവൻ കാർവർ അയാളുടെ ആൾക്കാർ ചെറിയൊരു ലൈഫ് ബോട്ടിൽ ഇവരെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവര് ആ ഒരു ചിത്രം എടുത്ത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇവരുടെ കപ്പലിലേക്ക് തിരിച്ചെത്തി. പിന്നീട് ഷാർലറ്റ് ആ ഒരു ചിത്രം ഓവന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അതേ നേരം തന്നെ ഷാർലറ്റ് ചോദിക്കുന്നുണ്ട്, എടാ അവൾ എന്റെ തലയിൽ ഗണ്ണ് വെച്ച് നിൽക്കുന്ന സമയത്ത് നിനക്ക് ആ ഒരു ചിത്രം കൊടുക്കാൻ പറ്റില്ലായിരുന്നല്ലേ? നിനക്ക് എന്നെക്കാൾ വലുത് അപ്പൊ ഈ ഒരു ചിത്രമാണല്ലേ? ഈ സമയത്ത് ലൂക്ക് പറയാണ്, അവളെ അതായത് ആ എസയെ എനിക്ക് നേരത്തെ അറിയാം. അവൾ എന്തായാലും നിന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല. ശരി ശരി ഇതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ്. എന്തായാലും പിന്നീട് ആ ഒരു കപ്പല് കരയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഷാർലറ്റിനെ അവളുടെ ഹസ്ബൻഡ് വിളിക്കുകയാണ്. എന്തോ അത്യാവശ്യം ഒരു കാര്യം പറയാനാണ് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഇയാൾക്ക് ജപ്പാനിലെ ഏതോ വലിയ കമ്പനിയിൽ ജോലി കിട്ടിയിരിക്കുകയാണ്. ഒരു വർഷം ഇനി ജപ്പാനിൽ പോയി നിൽക്കണം. പക്ഷെ മകനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അടുത്തൊരു വർഷം മോനെ തോമസിനെ നീ നോക്കൂന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് ഷാർലറ്റിന് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഭയങ്കരമായിട്ട് സന്തോഷമാവണം. മാത്രമല്ല ജപ്പാനിലെ ഏത് കമ്പനിയിലാണ് ജോലി കിട്ടിയെന്ന് ഷാർലറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ ഹസ്ബൻഡ് ഒരു കമ്പനിയുടെ പേര് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഷാർലറ്റിന് കാര്യം മനസ്സിലായി. കാരണം ആ കമ്പനി അത് മറ്റാരുടെയും കമ്പനിയല്ല, ഈ ഓവൻ കാർവർ ഉണ്ടല്ലോ അയാളുടെ കമ്പനിയാണ്. കുട്ടിയെ നമ്മുടെ ഷാർലറ്റിന്റെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ലൂക്ക് പറഞ്ഞിട്ട് ഓവൻ കാർവർ ചെയ്ത പണിയാണ് ഇത്. ആ കാര്യം ഷാർലറ്റിന് മനസ്സിലായി. മാത്രമല്ല ഇപ്പൊ ഇവരുടെ കയ്യിൽ ആ ഒരു ഫൗണ്ടൻ ഓഫ് യൂത്ത് ഇത് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ആ 6 കോഡുകൾ ഉണ്ടല്ലോ. സോ അത് അവർ യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. കോഡ് കയ്യിൽ കിട്ടി എന്ന് കരുതിയിട്ട് ഒറ്റയടിക്ക് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അതിന് കുറച്ചധികം കഷ്ടപ്പാടുണ്ട്. പല രീതിയിലും ഈ കോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യണം. അതിനായിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഷാർലറ്റ് ആണ്. അതങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ കോഡ് ഇവരെല്ലാവരും ടീമപ്പായിട്ട് തന്നെ ക്രാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഫൗണ്ടൻ ഓഫ് യൂത്തിന്റെ ലൊക്കേഷൻ എന്നല്ല പറയുന്നത്. ആ ലൊക്കേഷൻ കിട്ടണമെങ്കിൽ ഒരു പഴയ ബൈബിൾ ഇവർ കണ്ടെത്തണം. ഇനി ഇവരുടെ അടുത്ത ലക്ഷ്യം ആ ഒരു ബൈബിൾ കണ്ടെത്തലാണ്. എന്നാൽ ഈ നേരത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു ടീം ഇടിച്ചു കയറി വരികയാണ്. മറ്റാരുമല്ല, ഇൻസ്പെക്ടർ ജമാലും അയാളുടെ ടീമുമായിരുന്നു. അതായത് ലൂക്ക് അന്ന് മ്യൂസിയത്തിൽ ഒരു പരിപാടി ഒപ്പിച്ചില്ലേ, ആ കേസ് അന്വേഷിക്കാൻ വന്ന ഇൻസ്പെക്ടർ തന്നെ. എന്തായാലും ആ ഒരു ഇൻസ്പെക്ടർ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ എത്രയോ പുരാതനമായ എന്നൊക്കെയോ മോഷണം പോയി ഒരുപാട് ചിത്രങ്ങൾ അവിടെ കണ്ട് ഞെട്ടിപ്പോവാണ്. നിങ്ങളത് ഇനി ആരും പുറം ലോകം കാണാൻ പോകുന്നില്ല എന്ന് ആ ഒരു ഇൻസ്പെക്ടർ ഇപ്പൊ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ലൂക്കിനെ തേടി നടക്കുന്ന ആ ഒരു ചൈനക്കാരന്റെ ഗുണ്ടകളുണ്ടല്ലോ അവരും അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവരായിരുന്നു എണ്ണത്തിൽ കൂടുതൽ. അതുപോലെ തന്നെ നല്ല ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. സോ ആ വന്ന ടീം ഇപ്പൊ പോലീസുകാരെയും നമ്മുടെ ലൂക്കിനെയും ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. ഈ നേരത്തെ ലൂക്ക് ഒരു കുറുക്കൻ വിദ്യ കാണിക്കുന്നുണ്ട്. എടാ ചൈനക്കാര, നിനക്ക് വേണ്ടത് ആ 6 ചിത്രങ്ങളല്ലേ, അത് ഞാൻ തരാം. പക്ഷെ ഇവിടുന്ന് ഞങ്ങളെ പോകാൻ അനുവദിച്ചാൽ മാത്രം മതി. 6 നിങ്ങൾ തേടി കണ്ടുപിടിക്കൊന്നും വേണ്ട. ഞങ്ങൾ തേടി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ആ ചിത്രങ്ങളെ മുഴുവൻ നീ കൊണ്ടുപോയിക്കാന്ന് പറയണേ. ഇതൊരു നല്ല ഡീലായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനക്കാര് അതിന് സമ്മതിക്കുകയാണ്. എന്നാൽ ആ 6ാമത്തെ ചിത്രം കൊടുക്കുന്നതിന് മുന്നേ ലൂക്ക് ബാക്കിയുള്ള എല്ലാവരോടും സേഫ് ആയിട്ട് പുറത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. 6ാമത്തെ ആ ഒരു ചിത്രം കൊടുക്കുന്ന ഉടനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് ഉണ്ടാവും ഉറപ്പാണേ. ഉണ്ടായി പൂരം വെടിവെപ്പ്. ഇതിനിടയിൽ ലൂക്ക് എങ്ങനെയൊക്കെയോ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ആ ഒരു ബോട്ടിലേക്ക് ചാടി കയറി അവരവിടുന്ന് സ്ഥലം വിടുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഗുണ്ടകളും ഇൻസ്പെക്ടർ ജമാലിന്റെ ടീമും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ്. അവസാനം ഗുണ്ടകളെ മുഴുവനും അവർ ശരിയാക്കുന്നുണ്ട്. അവിടുത്തെ കൺട്രോൾ മുഴുവൻ ഇപ്പൊ ജമാലിന്റെ കയ്യിലേക്ക് വരികയാണ്. എന്നാൽ ലൂക്കിനെ പിടിക്കാനായിട്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ലൂക്കും ടീമും കൂടെ നേരത്തെ രക്ഷപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും ഇതിനുശേഷം കാണിക്കുന്നത് ഒരു സ്വപ്നമാണ്. നമ്മുടെ ലൂക്ക് ഉണ്ടല്ലോ, അവൻ തേടിക്കൊണ്ടിരിക്കുന്ന ഫൗണ്ടൻ ഓഫ് യൂത്ത്, യുവത്വത്തിന്റെ ആ ഒരു മാന്ത്രിക ജലം അവൻ കണ്ടുപിടിക്കുന്നതായിട്ടും അത് അവന്റെ കയ്യിൽ കിട്ടുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. എന്നാൽ ആ ഒരു വെള്ളം കുടിക്കുന്നതോട് കൂടിയിട്ട് അവൻ ഏറ്റവും സ്നേഹിക്കുന്ന അവന്റെ ചേച്ചിയുടെ മകൻ, അവരുടെ ആ ഒരു യൗവനമാണ് അവന് കിട്ടുന്നത്. സോ അത് കണ്ട് ആകെ പേടിച്ച് സ്വപ്നം ചാടി എഴുന്നേൽക്കുകയാണ്. ഇവരുടെ ആ ഒരു ടീം മുഴുവൻ ഇപ്പോൾ ഉള്ളത് ഓവൻ എന്ന് പറഞ്ഞ ഒരു പൈസക്കാരനുണ്ടല്ലോ അയാളുടെ പ്രൈവറ്റ് ജെറ്റിലാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ ഇവർ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബൈബിൾ ഉണ്ടല്ലോ, ബൈബിളിലാണ് എല്ലാത്തിനുള്ള ആ ഒരു സൂത്രവാക്യം ഉള്ളത്. അപ്പൊ ആ ബൈബിളുള്ള മ്യൂസിയത്തിലേക്കാണ് ഇവർ പോകുന്നത്. അങ്ങോട്ടേക്ക് ഇവരെത്തി. നമ്മുടെ ഷാർലറ്റ് ഓൾറെഡി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയെ പരിചയമുണ്ട്. ആ ഇൻഫ്ലുവൻസിൽ പിന്നീട് ആ ഒരു മ്യൂസിയത്തിൽ കയറി പറ്റിയാണ്. അതുപോലെ തന്നെ ആ ഒരു ബൈബിൾ വെച്ചിരിക്കുന്നത് നോർമലായിട്ട് ബാക്കിയുള്ള പുസ്തകം വെച്ചതുപോലെയല്ല. ഈ ലൈബ്രറിയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു പ്രത്യേക സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നിൽക്കുമ്പോൾ ഒരു രഹസ്യ ഡോർ തുറന്നു വന്ന് അവിടെ ഇപ്പൊ ഒരു വലിയൊരു ഹാളാവുകയാണ്. ആ ഹാളിന്റെ ഒത്ത നടുവിലായിട്ട് വളരെ സെക്യൂർ ആയിട്ട് ആ ഒരു ബൈബിൾ വെച്ചിട്ടുണ്ട്. വേഗം തന്നെ ഷാർലറ്റും അതുപോലെ ഡെബിയും അങ്ങോട്ടേക്ക് പോയിട്ട് അതിൽ ആ ഒരു കോഡുകൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതേ നേരത്തിന് പുറത്ത് ഇസയും അവളുടെ ആൾക്കാർ വരികയാണ്. പുറത്തത്തെ കാര്യങ്ങൾ ഓൾറെഡി വാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ പാട്രിക്കിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പാട്രിക് അപ്പൊ തന്നെ ആ ഒരു വിവരം ലൂക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ലൂക്ക് പറയണം, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഈ കോഡ് എങ്ങനെയെങ്കിലും നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ
ചെയ്യാൻ നോക്ക്, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ആ ഒരു സീക്രട്ട് ഡോറ് വഴി ഇപ്പൊ ലൂക്ക് പുറത്തേക്ക് ഇറങ്ങാണ്. അതേ നേരം തന്നെ നമ്മുടെ ഇസയും അവളുടെ ആളുകളും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇസ ഇപ്പോ നമ്മുടെ ലൂക്കിനെ കണ്ടപാട് മുകളിലേക്ക് വരുന്നുണ്ട്. അവന്റെ അടുത്ത് 2 ആയുധം കാണിക്കുന്നുണ്ട്, ഒരു ഗണ്ണും ഒരു കത്തിയും. ഇതിലെ കാരണം ഈസി അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എങ്ങാനും ആ ഒരു ഫൗണ്ടൈൻ ഫ്യൂത്ത് തേടി പോവാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന്. ഇപ്പൊ ലൂക്ക് പറയണത് തൽക്കാലം ആ ഒരു കത്തി എടുത്താൽ മതി, കാരണം ഗണ്ണാണെങ്കിൽ അവനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എന്തായാലും നന്നായിട്ട് തന്നെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാണ്. ലൂക്കിന് ഒരിക്കലും ഈസയെ വേദനിപ്പിക്കണമെന്നില്ല, അതുകൊണ്ട് തന്നെ അവളുടെ കാലിൽ ഒരു കയറ് കുരുക്കി താഴേക്ക് തള്ളിയിടുകയാണ്. അങ്ങനെ ആ ഒരു മ്യൂസിയത്തിന്റെ ഒത്ത നടുവിലായിട്ട് അവൾ അങ്ങനെ തൂങ്ങി ആടിക്കെടുക്കുകയാണ്. ഈസ ആ സമയത്ത് ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, ഈ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് സീൽ ചെയ്തേക്കുന്നു, ആർക്കും ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റരുത്. എന്തായാലും സീൽ ചെയ്ത് കഴിഞ്ഞാലോ പുറത്തു പോകാൻ പറ്റില്ലല്ലോ. ലൂക്ക് എന്താക്കി വേഗം ആ ഒരു രഹസ്യ റൂമിലേക്ക് കടക്കുക. പിന്നീട് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്പ്രേ ഉണ്ടല്ലോ, മയങ്ങുന്ന സ്പ്രേ, അതിപ്പോ ഈ മ്യൂസിയത്തിലെ ലേഡിയുടെ മുഖത്ത് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ബൈബിൾ വെച്ച സംഭവം ഉണ്ടല്ലോ, ആ ചില്ലെല്ലാം അടിച്ചു പൊളിച്ച് ബൈബിൾ കയ്യിലേക്ക് ഇടുകയാണ്. കാരണം ഇത്രയും നേരമായിട്ട് നമ്മുടെ ഷാർലറ്റിനും ഡബ്ബിക്കും അതിൽ ആ ഒരു കോഡ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം കണ്ടപ്പോ ഷാർലറ്റ് ആകെ പേടിച്ചു പോകണം. നിങ്ങൾ എന്ത് ഈ കാണിക്കുന്നത്? ഞാൻ എന്റെ ഇൻഫ്ലുവൻസ് വെച്ചല്ല ഇങ്ങോട്ടേക്ക് വന്നത്, ഇനി എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. എന്റെ ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുക, അടുത്ത പണി കണ്ടാൽ ഞെട്ടരുത്. അതായത് ഈ ബൈബിൾ വെച്ച ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് നിന്ന് ടേബിൾ മാറ്റി അതിന്റെ അടിഭാഗത്ത് ചെറിയൊരു ബോംബ് വെച്ച് പൊട്ടിച്ചവട്ടെ ഉണ്ടാക്കി അതിനുള്ളിലൂടെ താഴെ ഈ വെള്ളം പോകാനൊക്കെയുള്ള സംവിധാനം ഉണ്ടാവുമല്ലോ, അങ്ങോട്ടേക്ക് ഇവർ ഇറങ്ങുകയാണ്. അതിലൂടെ ഇവർ പോവുകയാണ്. കാരണം എന്താ, ഇസയും അവളുടെ ആളുകളും ആ ഒരു ബിൽഡിംഗ് മുകളിൽ നിന്ന് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയല്ലേ. എന്തായാലും ഇപ്പൊ ആ ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ വഴി ഇപ്പൊ നൈസായിട്ട് ഇവർ പുറത്തേക്ക് കിടക്കുന്നുണ്ട്. ഇവർ പുറത്തേക്ക് ഇറങ്ങിയെന്ന് ഇവരുടെ കൂടെ വന്ന ഓവന് മനസ്സിലായി. ഓവന്റെ കൂടെയാണ് ഷാർലറ്റിന്റെ മകനായിട്ടുള്ള തോമസ് ഉള്ളത് കേട്ടോ. മറ്റൊരു ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് ഓവൻ ഈ ഒരു കാര്യമെല്ലാം വീക്ഷിക്കുന്നുണ്ട്. അവരെന്തായാലും പുറത്തേക്ക് വന്നു എന്ന് മനസ്സിലായപ്പോ ചെക്കനെയും കൂട്ടി, അതായത് തോമസിനെയും കൂട്ടി ഓവൻ പുറത്തേക്ക് വരികയാണ്. എന്നാൽ ഈ ഓവനും അതുപോലെ തന്നെ തോമസ് രണ്ടുപേരും കൂടി അവരുടെ കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ഇൻസ്പെക്ടർ ജമാൽ ഉണ്ടല്ലോ, ഇയാളുടെ 2 ആൾക്കാർ വന്നിട്ട് ഇവരെ കവർ ചെയ്യാണ്. എന്തായാലും പോലീസുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അടുത്ത നിമിഷം തന്നെ ഓവൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മൂവ്മെന്റ് നടത്തുകയാണ്. ആൾക്ക് നല്ല മാർഷ്യൽ ആർട്സ് അറിയാതെ വന്നു. 2 പോലീസുകാരെയും വെറുതെ ഈ സ്ട്രീറ്റ് ഫൈറ്റ് പോലെയല്ല, നല്ല പക്കയായിട്ട് അടിച്ചിടുന്നുണ്ട്. കാരണം ഇത് പഠിച്ച ആള് തന്നെയാണ്. എന്തായാലും ഈ ഓവന്റെ ആ ഒരു ഫൈറ്റ് കണ്ട് തോമസ് ഞെട്ടിപ്പോവാണ്. ഈർക്കളി പോലുള്ള ഈ മനുഷ്യനാണ് ഇമാതിരി ഫൈറ്റ് നടത്തിയത്. എന്തായാലും ഇതിനുശേഷം ഇവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു ഹോട്ടൽ റൂമിൽ ഇവരെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കിട്ടിയ 6ഓളം കോഡുകൾ ഉണ്ടല്ലോ, അതായത് ആ ഒരു പഴയ ചിത്രങ്ങളിൽ നിന്നും ഇതെല്ലാം കൂട്ടി വെച്ച് ഈ ബൈബിളിൽ നിന്നും എന്താണ് ഈ ബൈബിൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കുറെ നേരമായിട്ട് പാട്രിക്ക് പഠിക്കാൻ നോക്കുന്നുണ്ട്. എന്നാ ഒരു മണ്ണാങ്കട്ടയും തിരിയുന്നില്ല. അപ്പൊ ഇവർ ഈ പറയുന്ന നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ തോമസും കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തോമസ് അമ്മയായിട്ടുള്ള ഷാർലറ്റിനോട് പറയണ, അമ്മേ ഈ ഓവനങ്കിൾ ഉണ്ടല്ലോ, ആൾ അടിപൊളി ഫൈറ്ററാണ് കേട്ടോ. എന്തായാലും ഇതോട് കൂടിയിട്ട് ഷാർലറ്റിന് ഉള്ളിലാകെ പേടി കൂടിയിട്ടുണ്ട്. അവള് പറയാണ്, ഇനി എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല, ഞാൻ പോവുകയാണ്. ഒന്നും നോക്കിയില്ല ഇപ്പൊ തോമസിനെയും കൂട്ടി ഷാർലറ്റ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് തോമസ് പറയണു, അമ്മേ നിങ്ങൾ പറഞ്ഞ 6 കോഡുകൾ ഉണ്ടല്ലോ, അത് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ വിചാരിക്കുന്ന സംഭവമല്ല, അതിനെക്കുറിച്ച് എനിക്കറിയാന്ന് പറയണം. സത്യം നിനക്കറിയാം? എന്താ നമുക്ക് അവരോട് പോയിട്ട് പറയാന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഷാർലറ്റ് പോവാണ്. ഇതേ നേരത്തിന് ആ റൂമിൽ തല പുകച്ചിരിക്കുകയാണ് ലൂക്കും പാട്രിക്കും ഡെബിയും അതുപോലെ തന്നെ ഓവനും. ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്താണ് ഈ കോഡ് എന്ന്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന് ഷാർലറ്റ് പറയണത്, നിങ്ങൾ വെറുതെ തല പുകക്കേണ്ട ആവശ്യമില്ല, എന്റെ ചെറുക്കൻ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ കണ്ടുപിടിച്ചത്? എന്താ കോഡ്? ചെക്കന് സമാധാനത്തിൽ ആ ഒരു സോഫയിൽ ഇരുത്തിയിട്ട് അവനോട് കാര്യങ്ങൾ പറയാണ്. അപ്പോൾ നമ്മുടെ തോമസ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ തിരയുന്നത് പോലെ ഈ കോഡിന്റെ പിന്നിൽ വേറൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഈ കോഡുകൾ മ്യൂസിക്കൽ നോട്ടാക്കി മാറ്റിയിട്ട് ആ മ്യൂസിക് ഞാനൊന്ന് വായിച്ചു തരാന്ന് പറയാണ്. അങ്ങനെ തോമസ് ആ ഒരു മ്യൂസിക് വായിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിന്റെ ആ ഒരു ഹിസ്റ്ററി ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് ഈ മ്യൂസിക് 1600-ാം വർഷത്തിൽ ലോകത്തിലെ 7 അത്ഭുതങ്ങൾ ഉണ്ടല്ലോ, താജ്മഹൽ, പിരമിഡ്, അതുപോലെ തന്നെ എന്തൊക്കെയോ കുറെ കാര്യങ്ങളില്ലേ. സോ ആ അത്ഭുതങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അന്ന് എഴുതിയ ഒരു കവിതയാണിത്. വേഗം തന്നെ ഇവരൊരു മാപ്പ് റെഡിയാക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ 6 കോഡുകൾ ഉണ്ടല്ലോ, ആ 6 കോഡുകളും നമ്മുടെ ഭൂമിയിൽ ഓരോ ലൊക്കേഷനും ഓരോ നമ്പർ ഉണ്ടാവുമല്ലോ, സോ അതിനോട് മാച്ച് ചെയ്ത് ഈ ഭൂപടത്തിൽ ആ 6 കോഡുകളും മാപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ലോകത്തിൽ 7 അത്ഭുതങ്ങളാണല്ലോ, ഇതിലാണെങ്കിൽ 6 സ്ഥലത്തെ മാർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഒരേ ഒരു സ്ഥലത്ത് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഗിസയിലെ പിരമിഡ്. ആ പിരമിഡിൽ തന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രത്യേകതയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പിരമിഡ്, അതാണ് ശരിക്കുള്ള ഫൗണ്ടൈൻ ഓഫ് യൂത്തിന്റെ ലൊക്കേഷൻ എന്ന് ഈ കോഡിലൂടെ വ്യക്തമായിട്ട് ഇവർക്ക് മനസ്സിലായി. എന്നാ പിന്നെ നേരെ ഈജിപ്തിലേക്ക് പോകല്ലേന്ന് ഓവൻ ചോദിക്കുകയാണ്. പിന്നെന്താ, എല്ലാവരും പോകാൻ റെഡിയായി. ഷാർലറ്റിനും ഇപ്പൊ ഉഷാറായിട്ട് നേരെ ഒരു ഫ്ലൈറ്റ് എടുക്കുകയാണ്, നേരെ ഈജിപ്തിലേക്ക് വിടുകയാണ്. ഈജിപ്തിലെ കൈറോയിലാണല്ലോ ഇതുപോലെയുള്ള പിരമിഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ രാത്രിയിലാണ് ഇവർ ഫ്ലൈറ്റിൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഉറക്കത്തിലാണ് ലൂക്ക്. പെട്ടെന്ന് അവനൊരു സ്വപ്നം കാണുന്നുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് അവൻ കാണുന്ന അതേ സ്വപ്നം തന്നെ, ഏതോ ഒരു പുരാതനമായിട്ടുള്ള സ്ഥലം. അവിടെ വെച്ച് ലൂക്കിന്റെ കയ്യിൽ കിട്ടുന്ന സ്വർണത്തിന്റെ അമൂല്യമായ എന്തോ ഒരു സാധനം, അതായത് അന്ന് ട്രെയിനിൽ വെച്ച് അവൻ കണ്ട അതേ സ്വപ്നം തന്നെ പല തവണയായിട്ട് അവൻ ഇത് കാണുന്നുണ്ട്. കാരണം അവന്റെ മൈൻഡിനെ ഹോണ്ട് ചെയ്യുന്ന ഒരു സ്വപ്നം തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, ആ
സ്വപ്നം ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ച് റിപ്പീറ്റ് ആയിട്ട് അവൻ കാണുകയാണ്. അന്ന് അതവന്റെ കയ്യിൽ കിട്ടിയില്ലേ, അന്ന് അവിടെ വെച്ച് അവന്റെ മുന്നിൽ വെച്ച് അവന്റെ അച്ഛൻ മരണപ്പെട്ടായിരുന്നു. ഈ ഒരു കാര്യം അവന്റെ മനസ്സിൽ വല്ലാത്തൊരു മുറിവ് തന്നെയാണ്. ആ മരണം നേരിട്ട് കണ്ടതല്ലേ. സോ അത് അവനെ ഹോണ്ട് ചെയ്യുന്ന സ്വപ്നങ്ങളായിട്ട് അവന്റെ ലൈഫിൽ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ലൂക്ക് കണ്ണ് തുറക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ മറ്റൊരു സ്ഥലത്ത് ഈസയെ കാണിക്കുകയാണ്. അവളിപ്പോ അത്യാവശ്യം പ്രായമായിട്ടുള്ള അവളുടെ മാസ്റ്ററായി കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ഈ ഫൗണ്ടൈൻ ഓഫ് യൂത്ത് ഇത് പുറം ലോകം അറിയാതെ വളരെയധികം സീക്രട്ട് ആയി വെച്ച് സംരക്ഷിക്കുന്നത് ഇവരുടെ ഈ ഒരു ഓർഗനൈസേഷനാണ്. അത് എവിടെയാണെന്നും അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും നന്നായിട്ട് അറിയുന്നവരാണ് ഇവര്. അതുകൊണ്ടാണ് ലൂക്കും അവന്റെ ടീമും ഇതിനു വേണ്ടി പോകുമ്പോൾ എസ നന്നായിട്ട് തന്നെ അതിനെ എതിർക്കാൻ ശ്രമിച്ചത്. അപ്പൊ എസയോട് അവളുടെ മാസ്റ്റർ പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് എത്രയൊക്കെ ശ്രമിക്കാൻ പറ്റുമോ അത്രയും ശ്രമിക്കുക, അതൊരിക്കലും അവർ കണ്ടെത്താൻ പാടില്ല, അത് വലിയ നാശം തന്നെയാണ് ഈ ലോകത്തിന്. എന്നാൽ അപ്പോഴേക്കും ലൂക്കും അവന്റെ ആ ഒരു ടീമും, അതായത് ഈ യോവൻ വലിയ പൈസക്കാരനാണല്ലോ, ഇയാളുടെ കമ്പനിയുടെ കീഴിൽ സ്വന്തമായിട്ട് ഒരു സാറ്റലൈറ്റ് തന്നെ ഉണ്ട് തോന്നുന്നു. സോ ആ ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈജിപ്തിലെ ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരുപാട് പിരമിഡുകൾ ഇവരെ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. അതിലൊരു പിരമിഡിന്റെ താഴ്ഭാഗത്തായിട്ട് വളരെ രഹസ്യമായിട്ടുള്ള ഒരു അറ ഇവർ കണ്ടെത്തുകയാണ്. പിരമിഡിന്റെ ഉള്ളിലല്ല, ആ പിരമിഡിന്റെ അടിഭാഗത്താണ് ഈ അറയുള്ളത്. അതുകൊണ്ടാണ് വർഷങ്ങളായിട്ട് ഇതാർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തത്. അങ്ങനെ ഗിസയിൽ ആ ഒരു പിരമിഡിന്റെ അടുത്തേക്ക് ഇവരെത്തുകയാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ ഈ ഓവൻ കാഴ്വർ ഉണ്ടല്ലോ, അവന്റെ കൂട്ടത്തില് അത്യാവശ്യം നല്ല ആയുധധാരികളായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. മാത്രമല്ല ഓവൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവരെ സ്വീകരിക്കാനായിട്ട് അവിടെയുള്ള ഒരു സയന്റിസ്റ്റും കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ആ സയന്റിസ്റ്റ് വിചാരിക്കുന്നത് ഇവർ ഇങ്ങോട്ടേക്ക് വന്നത് ഗവേഷണങ്ങൾക്ക് വേണ്ടിയാണെന്നാ. അതുകൊണ്ടാണ് ആ ഒരു സയന്റിസ്റ്റ് ഇവർക്ക് വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്യുന്നത്. അങ്ങനെ അവസാനം പിരമിഡിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ആ ഒരു വഴി കണ്ടുപിടിച്ചു. ഇവർ അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് പോകുന്നത് ലൂക്കും അവന്റെ ചേച്ചിയായിട്ടുള്ള ഷാർലറ്റും മകനായിട്ടുള്ള തോമസും. ലൂക്ക് അവന്റെ ടീമിലെ ഡെബി അതുപോലെ തന്നെ പാട്രിക്കിനെ പുറത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. അതുപോലെ തന്നെ ഓവനും അയാളുടെ കുറച്ച് ആളുകളും ഉള്ളിലേക്ക് വരുന്നുണ്ട്, കൂടെ ആ ഒരു സയന്റിസ്റ്റും. അങ്ങനെ ഉള്ളിലൂടെ പര്യവേഷണത്തിനാണ് എന്ന് കരുതി അങ്ങനെ പോകുന്ന സമയത്ത് ഈ സയന്റിസ്റ്റിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് യോവനും അവന്റെ ആൾക്കാരും കൂടെ ഒരു സ്ഥലത്ത് ഡ്രില്ല് ചെയ്ത് ഹോളാക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു സയന്റിസ്റ്റ് അതിന് തടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓവന്റെ ആൾക്കാർ സയന്റിസ്റ്റേ നിങ്ങൾ തൽക്കാലം ഇങ്ങോട്ടേക്ക് വാ, എന്നിട്ട് അയാളെ നൈസായിട്ട് പുറത്തേക്ക് ആക്കണം, എന്നിട്ട് അവിടെ ഹോൾ ഇടുന്നുണ്ട്. ഇതേ നേരത്തിൽ ലൂക്കിനെ ചേച്ചി ഉണ്ടല്ലോ അവള് വിളിച്ചുകൊണ്ടിട്ട് പറയണു, ലൂക്കെ എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ല, നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം, നമുക്ക് പോവാന്ന് പറയാണ്. അപ്പൊ ലൂക്ക് പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും ഇവിടെ വരെ എത്തി, നമുക്കൊന്ന് നോക്കാം, വെയിറ്റ് ചെയ്യ്, വാ നമുക്ക് പോയി നോക്കാം. ഇതേ നേരം തന്നെ ഓവന്റെ ആൾക്കാര് ആ ഒരു പ്രത്യേക ഭാഗത്ത് ഡ്രില്ല് ചെയ്ത് ഹോൾ ഇട്ട് കഴിഞ്ഞപ്പോ സാറ്റലൈറ്റ് ഇമേജിൽ അവർ കണ്ടതുപോലെ, അതായത് സാറ്റലൈറ്റ് വെച്ച് സ്കാൻ ചെയ്തപ്പോൾ ഒരു വലിയ ടണലും അടിയിലൊരു ഗുഹയെല്ലാം കണ്ടായിരുന്നല്ലോ, അതുപോലെ താഴത്തേക്ക് ഒരു ടണല്, ഒരു സ്റ്റെപ്പ് അങ്ങനെ പോകുന്നത് ഇവര് കാണുന്നുണ്ട്. എന്തായാലും ആ ഒരു വഴിയിലൂടെ ഇവരെല്ലാവരും താഴേക്ക് ഇറങ്ങി പോവാണ്. ഇതേ സമയത്തിന് പുറത്ത് നോക്കുകയാണെങ്കിൽ ഇസ ഉണ്ടല്ലോ, അവൾ എങ്ങനെയാണ് ഇവരുടെ ഒരു മിഷനെ തടുക്കാൻ നോക്കുന്നത്, അതുപോലെ തന്നെ ഇവരുടെ ഒരു കള്ളപ്പരിപാടി കണ്ടുപിടിച്ച് ഇവരുടെ പിന്നാലെ മറ്റൊരാൾ കൂടി ഉണ്ടല്ലോ, ഇൻസ്പെക്ടർ ജമാൽ. ഇയാളും ഇയാളുടെ പോലീസുകാരും കൂടെ ഇപ്പൊ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പുറത്തുണ്ടായിരുന്ന ഈ ഓവന്റെ ആൾക്കാര് അവരങ്ങോട്ടേക്ക് അടുപ്പിച്ചില്ല. സാർ എങ്ങോട്ടേക്ക് വന്നാൽ ഞങ്ങൾ പൊട്ടിക്കും തന്നെ പറയാണ്. സോ ആ സമയത്ത് ഇൻസ്പെക്ടർ ജമാലിന്റെ കയ്യിൽ നല്ല ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തൽക്കാലം അയാൾ അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പിരമിഡിന്റെ ഉൾഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ലൂക്കും ഓവനും അവരുടെ ആൾക്കാരും കൂടെ ഇപ്പൊ ഒരു പ്രത്യേക ആ പിരമിഡിന്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ള കുറെ തൂണുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വഴി കാണുന്നില്ല. മാത്രമല്ല ആ തൂണുകൾക്ക് നടുവിലായിട്ട് കിണർ പോലെ എന്തോ ഒന്ന് മൂടി വെച്ചതായിട്ട് ഇവർ കാണുന്നുണ്ട്. അതായത് ഇനി അടുത്ത വഴി ഈ കിണർ തന്നെയാണ്. പക്ഷേ അതിനെ തുറക്കാനായിട്ട് മൂടിയോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടി ഓവൻ പറയുന്നുണ്ട്. എന്നാൽ ഇതിന് ഷാർലറ്റ് എതിർക്കുകയാണ്. ഒരിക്കലും ഇത് അടിച്ചു പൊളിക്കാനൊന്നും പാടില്ല, എന്തെങ്കിലുമൊക്കെ ഒരു വാതിലുണ്ടാവും, നമ്മളത് കണ്ടുപിടിച്ചാൽ മതി, അല്ലാതെ എന്തെങ്കിലും ചെയ്താൽ ഈ പിരമിഡ് മുഴുവനായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴും. എന്നാൽ ഓവൻ അതൊന്നും കേൾക്കുന്നില്ല. അവന്റെ ആളുകളോട് തള്ളി പൊളിക്കാൻ വേണ്ടി പറയണം. സോ അവന്മാരൊന്നും നോക്കിയില്ല, കൈയുണ്ടായിരുന്ന ആയുധം വെച്ച് നല്ല അടിച്ച് പൊളിക്കാൻ നോക്കുകയാണ്. ഇതേ നേരം തന്നെ തിരിച്ചു പോയില്ലേ നേരത്തെ ഇൻസ്പെക്ടർ ജമാല്, അയാള് ഇയാളുടെ ആൾക്കാരും കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഓവന്റെ ആൾക്കാർ ഫുൾ ആംഡാണ്, ഗണ്ണും റോക്കറ്റ് ലോഞ്ചേഴ്സും എല്ലാം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. സോ ഇങ്ങോട്ടേക്ക് വരുന്ന ഇൻസ്പെക്ടർ ജമാലിനെ ഇവരെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഓവന്റെ ആൾക്കാർ ആ ഒരു ഡോറ് തല്ലി പൊളിക്കാൻ നോക്കിയിട്ട് ഒന്നും ആവുന്നില്ല, ഒരു അനക്കം വരെ ഉണ്ടാവുന്നില്ല. ഈ സമയത്താണ് ഷാർലറ്റിന്റെ മകനുണ്ടല്ലോ തോമസ് അവിടെ ചുറ്റും നോക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ പൊടി പിടിച്ചെടുക്കുന്ന ഒരുപാട് വസ്തുക്കൾ കാണുന്നുണ്ട്. സൂക്ഷിച്ചൊന്ന് നോക്കിയപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഇതിവിടെ ചുമ്മാ വെച്ചതല്ല, ഇതൊരു തരം മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ്. ഈ സംഗീതത്തിനോട് വല്ലാത്ത താല്പര്യമുള്ള ആളാണ് നമ്മുടെ തോമസ്. ഈ യാത്രയിൽ അവൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഒരിക്കലും ഇവിടെ എത്താൻ തന്നെ പറ്റില്ലായിരുന്നു. എന്തായാലും നമ്മുടെ ആശാന് ഇൻസ്ട്രുമെന്റ് പോലെ തോന്നുന്ന ആ ഒരു സംഭവം കണ്ടപ്പോൾ ചുമ്മാ അതിലൊരു പ്രത്യേക താളത്തിലൊന്ന് തട്ടി നോക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ശബ്ദം, ആ ഒരു മ്യൂസിക് പുറത്ത് വന്ന ഉടനെ തന്നെ അവിടെ മാകെ കിടന്ന് വിറക്കാൻ തുടങ്ങി. ആ മൂടിയുടെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന മണലെല്ലാം ഒരു പ്രത്യേക രീതിയിൽ വൈബ്രേറ്റ് ആയി ഓട്ടോമാറ്റിക് ആയിട്ട് അത് തുറക്കുകയാണ്. എല്ലാവരും ഞെട്ടിപ്പോയി. മാത്രമല്ല ആ ഒരു മൂടി തുറന്ന സമയത്ത് വല്ലാത്തൊരു കാതടപ്പിക്കുന്ന ടപ്പേന്നൊരു ഒരു ശബ്ദം ഉണ്ടാവുന്നുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ആരും തുറക്കാതെ വെച്ചതല്ലേ, ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ ആ ഒരു എയർ പ്രഷർ കൊണ്ടായിരിക്കും പുറത്തേക്ക് അങ്ങനെ ശബ്ദം വന്നത്. എല്ലാവരുടെയും ചെവി പൊട്ടുന്നത് പോലെയുള്ള ഒരു ശബ്ദമായിരുന്നു. പിന്നീട് ആ ഒരു മൂടി തുറന്നു വന്നപ്പോൾ ഒരു പ്രത്യേക തരം ഫലകം കാണുന്നുണ്ട്. അതിന്റെ ഒത്ത നടുവിലായിട്ട് ഒരു പച്ച കളർ ഒരു ബട്ടൺ പോലെ, അതിൽ പ്രസ് ചെയ്ത സമയത്ത് അത് പതിയെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. ലൂക്കും ചേച്ചിയായിട്ടുള്ള
ചേച്ചിയായിട്ടുള്ള ഷാർലറ്റും തോമസും അതിൽ കയറി നിൽക്കുകയാണ്. കൂടെ തന്നെ ഓവനും അവന്റെ ഒരു ബോഡി ഗാർഡിനെ മാത്രം കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലിഫ്റ്റ് പതിയെ 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 താഴേക്ക് പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും കയറിയിരുന്ന ആ ഒരു ലിഫ്റ്റ് പതിയെ പതിയെ താഴേക്ക് പോവാൻ തുടങ്ങിയല്ലോ. അത് മറ്റൊരു രഹസ്യ സ്ഥലത്തേക്കുള്ള വഴിയായിരുന്നു. ഇതേ സമയം തന്നെ പുറത്ത് ഓവന്റെ ആൾക്കാരും അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ജമാലിന്റെ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ ഫയറിംഗ് ആണ്. എന്നാൽ ഇത് കണ്ട സമയത്ത് ലൂക്കിന്റെ ആൾക്കാരായിട്ടുള്ള പാട്രിക് അതുപോലെ തന്നെ ഡെബി ഇവർക്കൊരു സംശയം, നമ്മളിപ്പോ നല്ലതിന്റെ ഭാഗത്താണോ ചീത്തതിന്റെ ഭാഗത്താണോ? കുറച്ചു നേരം ആലോചിച്ചപ്പോ അവർക്ക് തന്നെ മനസ്സിലായി ചീത്തതിന്റെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ പോലീസുകാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ പാട്രിക്കും ഡെബിയും കൂടെ തീരുമാനിക്കുകയാണ്. അതായത് ഈ ഓവന്റെ ആൾക്കാരെ അവർ തടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ഡെബിക്ക് വെടിയേൽക്കുകയാണ്. ആഹാ, നമ്മുടെ കൂടെ ഒന്ന് നമ്മുടെ പിന്നാമ്പുറത്ത് തന്നെ കുത്താൻ നോക്കുകയല്ലേ. ഇതും പറഞ്ഞ് ഈ ഓവന്റെ ഗ്രൂപ്പിലെ പ്രധാനിയായിട്ടുള്ള ആള് വന്നിട്ട് പാട്രിക്കിനും ഡെബിയെ വെടിവെച്ച് കൊല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ ചാടി വീഴുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ എസ തന്നെ. ആളെ കാണാൻ നല്ല ചെല്ലി പോലെയാണെങ്കിലും കീട്ടിലും ഫൈറ്ററാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ഓവന്റെ ആൾക്കാരെ മുഴുവനും ഈ ഗൺ വെച്ചുള്ള ഫൈറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഫൈറ്റ് നടത്തി എല്ലാത്തിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാക്കുകയാണ്. മാത്രമല്ല നമ്മുടെ പാട്രിക്കിനെയും ഡെബിയെയും അവളെ രക്ഷിക്കുകയും ചെയ്തു. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് വന്ന ഇൻസ്പെക്ടർ ജമാലിന് മനസ്സിലായി ജമാൽ എന്തിനാണോ വന്നത് അതേ കാര്യത്തിന് തന്നെയാണ് എസയും വന്നത്. സോ രണ്ടുപേരും അവിടെ വെച്ച് ടീം അപ്പ് ആവുകയാണ്. ഇതിനുശേഷം ജമാലും അതുപോലെ തന്നെ നമ്മുടെ ഇസയും രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു പിരമിഡ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ഇതേ സമയം തന്നെ ആ ഒരു പുരാതനമായ ലിഫ്റ്റ് ഇതുവഴി ലോക്കും ടീമും കൂടെ താഴേക്ക് വന്നല്ലോ. അവര് താഴേക്ക് വന്നു കഴിഞ്ഞപ്പോ വലിയൊരു എന്താ പറയാ ഒരു ചുമരാണ് കാണുന്നത്. ആ വലിയ ചുമരിന്റെ മുകൾ ഭാഗത്താണ് ഇവരുള്ളത്. അതിന്റെ താഴേക്ക് പോകാനായിട്ട് ഒരു സ്റ്റെപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വഴിയോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ തന്നെ ലോക്കിന് ചില സംശയങ്ങൾ തോന്നി. ഇവര് വന്ന ലിഫ്റ്റില് ഒരു പ്രത്യേകതരം കല്ലുണ്ടായിരുന്നു. ആ കല്ല് പിടിച്ച് തിരിച്ചപ്പോ പെട്ടെന്ന് ആ ഒരു ഏരിയ മുഴുവനായിട്ടും ഒരു വൈബ്രേഷൻ, ഒരു ഇളക്കം പോലെ. എല്ലാവരും ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് അവിടെ നടക്കുന്ന കാര്യം കണ്ട് ഇവരെല്ലാവരും അത്ഭുതപ്പെട്ടു പോവാണ്. ഈ ചുമരുണ്ടല്ലോ, ഈ വലിയ ചുമര്, ഭയങ്കര ആഴത്തിലുള്ള ഈ ചുമര്, ഇതിന്റെ സൈഡിൽ നിന്നും ഓരോ സ്റ്റെപ്പുകളായിട്ട് മുന്നോട്ടേക്ക് അങ്ങനെ തള്ളി 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 വന്ന് താഴെ വരെ ഇറങ്ങി പോകാനുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടാവുകയാണ്. ഇത് കണ്ട് അമ്പരന്ന് ഇവർ അതിലൂടെ പതിയെ പതിയെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ഇസയും ജമാലും കൂടെ ആ ലിഫ്റ്റിന്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ആരുണ്ട്? ഓവന്റെ ആൾക്കാരുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇസയും ജമാലും കൂടെ രണ്ടെണ്ണത്തിനെ ആട്ടിച്ച് തൂഫാനാക്കിയിടുകയാണ്. എന്നാൽ താഴേക്ക് നോക്കുമ്പോൾ വലിയ കുഴിയാണ്. ഇതിലൂടെ എങ്ങനെ താഴേക്ക് പോകും? ഇസയും ജമാലും മുഖത്തോട് മുഖം നോക്കിയേക്കാണ്. ഈ സമയത്താണ് ഇസയ്ക്ക് ഓവന്റെ ആൾക്കാർ കൊണ്ടുവന്ന രണ്ട് വലിയ കയറ് കെട്ടുന്നത്. സോ ഇത് വെച്ച് താഴേക്ക് ഇറങ്ങാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ലോക്കും ആൾക്കാരും കൂടെ ആ ഒരു വലിയ ചുമര് ഇതിലൂടെയുള്ള ആ ഒരു സ്റ്റെപ്പിലൂടെ ഇറങ്ങി താഴേക്ക് എത്തിയിട്ടുണ്ട്. താഴേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു വലിയ ആളാണ്. അതിന്റെ ഒത്ത നടുവിലായിട്ട് ഒരു ചെറിയ ഹോളും. അതിന്റെ അടുത്ത് ചെന്ന് ലോക്ക് അവന്റെ കാല ആ ഒരു ഭാഗത്ത് വെച്ചപ്പോ പെട്ടെന്ന് അവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി വരികയാണ്. ഇവരെല്ലാം അതിന്റെ ആ ഒരു സൈഡിലേക്ക് മാറുന്നുണ്ട്. ശരിക്കും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. അതായത് ഇത്രയും വലിയ ഹാളിന്റെ ഒത്ത നടുവിലായിട്ട് മറ്റൊരു ചെറിയൊരു കുഴി രൂപപ്പെടുകയാണ്. ആ കുഴിയിലേക്ക് ഇറങ്ങാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പും അവിടെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഇവിടെയായിട്ട് ആ ഒരു കല്ലുകൾക്കിടയിലായിട്ട് ചെറിയ വെള്ളത്തിന്റെ നീരുകൾ കാണുന്നുണ്ട്. എന്തായാലും അതുവഴി ഇവര് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഒരു ഭാഗത്തൂടെ ലൂക്കും ചേച്ചിയായിട്ടുള്ള ഷാർലറ്റും തോമസും, മറുഭാഗത്തുകൂടെ ഓവനും അവന്റെ ആ ഒരു ബോഡി ഗാർഡും കൂടെ. അപ്പൊ ആ ഒരു വെള്ളം കണ്ടപാടേനെ ലൂക്ക് ഇപ്പോ ഈ ഓവനോട് പറയുന്നുണ്ട്, ഇത് തേടിയല്ല നീ വന്നത്, എന്തായാലും നീ എടുത്ത് കുടിച്ചോ എന്ന് പറയണം. ഇപ്പൊ ലൂക്കിനോട് ഓവൻ പറയാണ്, ഇതെങ്ങനെ വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ആദ്യം നീ ഇത് കുടിക്കുന്നു പറയണം. അപ്പൊ ലൂക്ക് പറയണേ, എനിക്ക് ക്യാൻസർ ഒന്നുമില്ല, നിനക്കല്ല ക്യാൻസർ, ആദ്യം നീ കുടിച്ചോ എന്ന് പറയണം. എന്നാൽ പെട്ടെന്ന് തന്നെ ഓവൻ കയ്യിലുണ്ടായിരുന്ന ഗൺ എടുത്ത് ലൂക്കിന്റെ നേരെ ചൂണ്ടാണ്. ഒന്നും നോക്കിയില്ല, അവന്റെ കൈക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. നിന്റെ ഈ വേദന മാറണമെങ്കിൽ ആദ്യം തന്നെ നീ പോയിട്ട് ആ ഒരു വെള്ളം കുടിക്കടാന്ന് പറയണം. വെടിയേറ്റ ലൂക്ക് താഴെ വീഴുന്നുണ്ട്. ശരിക്കും ഇപ്പോഴാണ് ഈ ഓവന്റെ യഥാർത്ഥ മുഖം ഇവർ കാണുന്നത്. ഇവന് ക്യാൻസറും ഇല്ല, ഒരു അസുഖവും ഇല്ല, പൂർണ്ണമായിട്ടും ഹെൽത്തിയാണ്. ഇവന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇട്ട് മൂടാൻ അത്രയുള്ള സമ്പാദ്യമുണ്ട്, കോടീശ്വരനാണ്. എന്നാൽ ഈ ചെറിയ കാലയളവിൽ ഇതൊന്നും അനുഭവിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കാലാകാലം യൗവനം നിലനിർത്തണം, വല്ലാത്തൊരു ബോധി തന്നെ. അപ്പൊ അതിനുവേണ്ടിയാണ് ആശാൻ ഇത് തേടി വന്നത് കേട്ടോ, അല്ലാതെ അസുഖം മാറ്റാനല്ല. ഇപ്പൊ ലൂക്കിന്റെ അടുത്തേക്ക് ഷാർലറ്റ് വരുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞ് ഇവനൊന്ന് വിശ്വസിക്കേണ്ടത്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? അതേ നേരത്തെ ഓവൻ പറയുന്നുണ്ട്, ലൂക്ക് മര്യാദക്ക് താഴെ ഇറങ്ങി ആ ഒരു വെള്ളം കുടിച്ചു വന്ന്. എന്തായാലും കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുറിയില് ഒരു തുണിയെല്ലാം കെട്ടിയിട്ട് ലൂക്ക് താഴേക്ക് വരുന്നുണ്ട്. ആ ഒരു വെള്ളത്തിൽ തൊടുകയാണ്. ആ വെള്ളത്തിൽ തൊട്ടപാട് തന്നെ എവിടുന്നാന്നറിയില്ല അതിന്റെ ആ ഒരു അളവ് കൂടിക്കൂടി വരികയാണ്. മാത്രമല്ല ഓൾറെഡി ലൂക്കിന്റെ കയ്യിൽ ഒരു മുറിവുണ്ടല്ലോ, അതിൽ ഒരു തുള്ളി രക്തം ഇപ്പൊ ആ ഒരു വെള്ളത്തിൽ തട്ടുകയാണ്. അടുത്ത നിമിഷം തന്നെ പതിയെ പതിയെ ആ ഒരു വെള്ളം പൊന്തി വരുന്നുണ്ട്. അവന്റെ ദേഹം മുഴുവനായിട്ടും ആ ഒരു വെള്ളത്തിന്റെ വലയങ്ങൾ ചുറ്റി പിടിക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ ആ ഒരു വെള്ളം അവന്റെ കൈയിന്റെ ഉള്ളിലേക്ക് കയറി ഇപ്പൊ ബുള്ളറ്റ് തുളച്ചു കയറി ഉണ്ടായ ആ ഒരു മുറിവുണ്ടല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മാറുകയാണ്. മാത്രമല്ല എവിടുന്നാന്നറിയില്ല ഒരുപാട് ഇടിമിന്നൽ വന്നിട്ട് അവന്റെ ശരീരത്തിൽ പതിക്കുകയാണ്. മാജിക്കലായിട്ടുള്ള മായാജാലമായിട്ടുള്ള വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ഇവരെല്ലാവരും. ആ കൂട്ടത്തിൽ നമ്മുടെ ഓവൻ ഒരു പരീക്ഷണത്തിനായിട്ട് ഇവന്റെ കയ്യിലെ മുറിവ് ഒറ്റയ്ക്ക് മാറിയില്ലേ, എന്നാ പിന്നെ ഒന്നുകൂടെ മുറിവ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് ലൂക്കിന്റെ നെഞ്ചത്തേക്ക് 4-5 തവണ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഉണ്ടായ മുറിവ് അടുത്ത സെക്കൻഡ് കൊണ്ട് തന്നെ ഉണങ്ങുകയാണ്. എന്നാൽ ഒരു കാര്യം ആലോചിക്കണം, ഇപ്പോഴും ലൂക്ക് ആ ഒരു വെള്ളം കുടിച്ചിട്ടില്ല. കുടിക്കാതെയാണ് ഇത്ര
അത്രയും പവർ. അങ്ങനെ ലൂക്കിന്റെ കൈകളിലേക്ക് ആ ഒരു വെള്ളം കുടിക്കാനായിട്ട് അതങ്ങനെ പാകപ്പെടുത്തി കൊടുക്കുകയാണ്. ആ നേരത്ത് ആ വെള്ളത്തിൽ ലൂക്ക് അവന്റെ റിഫ്ലക്ഷൻ കഴിഞ്ഞാൽ അവന്റെ യൗവനം എങ്ങനെയായിരിക്കും, അതായത് ഒരു 10-18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് മാറും. അതിന്റെ കൂടെ തന്നെ ലൂക്ക് മറ്റൊരു വിഷയം കൂടെ കാണുകയാണ്. അതായത് എങ്ങനെയാണ് ലൂക്കിന് ഈ യൗവനം കിട്ടുന്നത്, അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തികളുടെ യൗവനാണ് അവന് കിട്ടുക. അതും ഒരു വിഷയിലൂടെ ആ ഒരു വെള്ളം അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് അവൻ ഏറ്റവും സ്നേഹിക്കുന്നത് ആരെ, അവന്റെ ചേച്ചിയുടെ മകനായിട്ടുള്ള തോമസ്. സോ അവരുടെ ആ ഒരു യൗവനാണ് വലിച്ചെടുത്ത് ലൂക്കിന് കൊടുക്കുക. അതിലൂടെ അവന്റെ ചേച്ചിയും മകനും വയസ്സായി പോകും. ഇത് കണ്ടപ്പോൾ ലൂക്കിന്റെ മനസ്സ് എന്തോ ആണ്. അവൻ ആ ഒരു വെള്ളം കുടിക്കാനേ തോന്നില്ല. തന്റെ ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കിയിട്ട് എനിക്കൊരു സൗഭാഗ്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു വെള്ളം കുടിക്കാതെ താഴേക്ക് ഇറങ്ങാണ്. ഇതേ സമയത്ത് തന്നെ ഓവൻ പറയാണ്, നീ ഒരു മണ്ടൻ തന്നെ, ഇത്ര വലിയൊരു സൗഭാഗ്യം ഈ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾക്ക് കിട്ടുന്നത്, അത് വേണ്ടാന്ന് വെച്ചാൽ നീ ഒരു മണ്ടൻ തന്നെ, എന്തായാലും ഞാൻ കുടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓവൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി കയ്യിലൊരു മുറിവുണ്ടാക്കി രക്തം ആ ഒരു വെള്ളത്തിലാക്കി. അടുത്ത നിമിഷം തന്നെ ആ ഒരു വെള്ളത്തിന്റെ വലയങ്ങൾ വന്നിട്ട് ഓവനെ പൊതിഞ്ഞെടുക്കുകയാണ്. ആകാശത്തിൽ നിന്നും ഇടിമിന്നൽ അയാളുടെ ദേഹത്ത് വന്ന് പതിക്കുന്നുണ്ട്. അതുപോലെ അയാളുടെ കൈ കുമ്പിളിലേക്ക് ആ വെള്ളം പാകമാക്കി കൊടുക്കുകയാണ്. തന്റെ യൗവനം അതെങ്ങനെയായിരിക്കുമെന്നും ആ ഒരു വെള്ളം അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. യൗവനത്തിനോടുള്ള ഈ ഓവന്റെ അതിയായ ആഗ്രഹം കാരണം അവൻ വേഗം തന്നെ അത് കുടിക്കുകയാണ്. ഇതേ സമയം മുകളിൽ നിന്ന് താഴേക്ക് എത്തിയ ഇൻസ്പെക്ടർ ജമാലും മിസിയും ഈ ഒരു കാര്യം കാണുന്നുണ്ട്. അപ്പൊ തന്നെ ഇസയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. അതായത് അവളുടെ ഒരു മാസ്റ്റർ അവൾ കാണാൻ വേണ്ടി പോയിരുന്നല്ലോ. അപ്പൊ ആ ഒരു മാസ്റ്റർ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എത്താൻ പാടില്ലാത്ത കൈകളിലേക്ക് ആ ഒരു ജലം എത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നീ ഒരു ചാവി ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ചാവി ഇപ്പൊ എസയുടെ കയ്യിലുണ്ട്. സോ അതെവിടെ ഇടണ്ടേന്നും അവൾ കണ്ടുപിടിച്ചു. വേഗം തന്നെ ആ ചാവി ഇട്ട് ഒരു ഹാള് അവൾ തുറക്കുകയാണ്. ഹാള് എന്ന് പറഞ്ഞാൽ ചെറിയൊരു റൂമാണ്. അതിന്റെ ഉള്ളിലായിട്ട് വലിയൊരു മണി ഉണ്ടായിരുന്നു. വേഗം അതിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ആ മണി അവൾ മുഴക്കുകയാണ്. അതോടൊപ്പം തന്നെ കുറെ പസിലുകൾ താണ്ടി ഇവർ ഇതിന്റെ ഉള്ളിലേക്ക് വന്നില്ലേ, ആ പസിലുകൾ മുഴുവൻ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആയി പോവാണ്. ഇതേ സമയം തന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഈ യോവൻ അവൻ ആ ഒരു വെള്ളം കുടിച്ചല്ലോ, എങ്ങനെയാണ് യൗവനം ആൾക്കാർക്ക് കിട്ടുന്നത്, അവ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരുടെ യൗവനാ കിട്ടുക. എന്നാൽ ഈ യോവൻ ഈ ലോകത്തിൽ അവനെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കുന്നില്ല. തുടക്കത്തിൽ ആ ഒരു വെള്ളം കുടിച്ചപ്പോൾ നല്ല ചെറുപ്പക്കാരനെ പോലെ വന്നു, ആ വെള്ളം പിന്നീട് റിട്ടേൺ അടിക്കാൻ തുടങ്ങുകയാണ്. അതായത് അവൻ സ്നേഹിക്കുന്ന ആരും ഈ ലോകത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ വെള്ളം അവന്റെ യൗവനം എടുക്കുകയാണ്. അവിടെ കിടന്ന് എന്താ പറയാ, ഒരു 100 വയസ്സിന് മുകളിലുള്ള ഒരു വയസ്സനെ പോലെ ആയി മാറുകയാണ്. വേദന കൊണ്ട് അവൻ നിലവിളിക്കുന്നുണ്ട്. അവസാനം അവിടെ കിടന്ന് അവൻ മരിക്കുന്നുണ്ട് കേട്ടോ. അതേ നേരം തന്നെ ഈ പിരമിഡിന്റെ എല്ലാ ഡോറുകളും ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കും അവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഓടി മുകളിലേക്ക് കയറുന്നുണ്ട്. ആ സ്റ്റെപ്പുകൾ മുഴുവൻ ചുമരിന്റെ ഉള്ളിലേക്ക് തന്നെ വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കയറുന്നതിന്റെ ഇടയിൽ ഈ ഓവന്റെ ഒരു ബോഡി ഗാർഡ് വന്നായിരുന്നല്ലോ, അവൻ താഴേക്ക് വീഴുന്നുണ്ട്. ലൂക്കും ഏറ്റവും മുകളിലെത്തിയപ്പോൾ താഴേക്ക് വീഴാൻ നോക്കുകയാണ്. എന്നാൽ ചെറിയൊരു പിടുത്തം കിട്ടി. അതിലങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇസ വന്നിട്ട് അവനെ രക്ഷപ്പെടുത്തുകയാണ്. അതായത് ഇസ പറയുന്ന ഒരു കാര്യം, ആ വെള്ളം കുടിക്കാൻ അവസരം ഉണ്ടായിട്ടും നീ അത് കുടിച്ചില്ലല്ലോ, അപ്പൊ നീ ഒരു നല്ല മനുഷ്യനാ, അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ട് അവരെയും രക്ഷപ്പെടുത്തിയിട്ട് ആ ഒരു ചെറിയ വാതിലൂടെ ഓടി രക്ഷപ്പെടുകയാണ്. അതായത് എല്ലാ ഡോറും പതിയെ ക്ലോസ് ആവുകയാണ്. അതിലെങ്ങാനും പെട്ടുപോയ ചതഞ്ഞരഞ്ഞു പോകും. എന്തായാലും അവസാനം ഒരുപാട് കഷ്ടപ്പെട്ട് ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയത്ത് ഇൻസ്പെക്ടർ ജമാൽ വന്നിട്ട് ലൂക്കിനോടും ഷാർലറ്റിനോടും പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്, പക്ഷെ അതിനെതിരായിട്ട് എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല, അതുപോലെ നിങ്ങൾ വലിയ മോശം ആൾക്കാരുമല്ല, അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങൾ വെറുതെ വിടുകയാണ്, ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുമെന്ന് പറയണം. അതുപോലെ തന്നെ ഇസയും പോവാൻ നിൽക്കുകയാണ്. ഇസ വന്നിട്ട് ലൂക്കിന് ഒരു ചുംബനം കൊടുത്തിട്ട് പറയാണ്, ഞാൻ വിചാരിച്ചതുപോലെ നീ അത്ര മോശം ആളൊന്നുമല്ല, അതുപോലെ നീ നല്ല ആളുമല്ല, നീ ഒരു ഗ്രേ ഷെയ്ഡ് ഉള്ളവരാണ്, എന്തായാലും ഇതുപോലെയുള്ള അറാമ്പറപ്പ് കാണിക്കാൻ പുറപ്പെട്ട ഇനിയും ഞാൻ നിന്റെ പിന്നാലെ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് എസ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലൂക്ക് ചേച്ചിയും മകനെയും പിന്നെ അവന്റെ ടീമിനെയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ അവന്റെ ചേച്ചി ചോദിക്കുന്നുണ്ട്, എന്താടാ ഇനി അടുത്ത പരിപാടി? അപ്പൊ ലൂക്ക് പറയാണ്, എന്ത് പരിപാടി, ഒന്നുമില്ല ചേച്ചി. പെട്ടെന്ന് അവനൊരു ഐഡിയ തോന്നി, ചേച്ചി ഞാനൊരു ട്രഷർ ഐലൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് വിടുകയല്ലേ. അപ്പൊ അവന്റെ ചേച്ചി അവനെ നോക്കുന്നുണ്ട്, ഇല്ലടാ നീ നന്നാവൂല ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ എങ്ങനെ, കഥ ഇഷ്ടമായോ? ഭയങ്കര രസമായിരുന്നില്ലേ, ഒരുപാട് അഡ്വഞ്ചറും സാഹസികവുമായിട്ട്. അപ്പൊ ഇതുപോലുള്ള കഥകളുമായിട്ട് ഇനിയും ഞാൻ വരും കേട്ടോ. അപ്പൊ നിങ്ങൾ മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യം, നല്ലൊരു കമന്റ് ഇടുക, ദയവ് ചെയ്തൊരു കമന്റ് ഇടുക, ഒരു ലൈക്കും അടിക്കുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ തൃപ്തനായി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.